ഏറ്റവും ഹൈ പോയിന്റ് പറയുമ്പോൾ ഈ ഓട്ടോ ആയിരുന്നു. രണ്ടാമത്തെ ഡ്രാഫ്റ്റിലാണ് ഇങ്ങനത്തെ ഈ അങ്ങോട്ടേയും സാധനങ്ങളൊക്കെ വന്നത്. പിന്നെ പിള്ളേർക്കും കൂടെ പാടാൻ പറ്റണം. ഒരുപാട് കട്ടിയാവുന്നതിലും ശരിയാവില്ല. അമ്മ മനസ്സ് തങ്ക മനസ്സ് പ്ലേ ചെയ്യാൻ പറ്റാത്തൊരു സ്പേസ് ആണ്. അപ്പം പൂപ്പൻ താടി പോലൊക്കെയുള്ള ടൈപ്പ് ലൈൻ വന്ന് പാടത്തെ കാറ് പോലെ എങ്ങോട്ടാ. എനിക്ക് എല്ലാ പ്രാവശ്യം ഈ ഗൂസ് ബംസ് കിട്ടും. അത് നല്ലത് ഞാൻ തന്നെ പറയാം. സുഷീൻ കരഞ്ഞോ പാട്ട് കാക്കേ കാക്കേ കൂടെ കാക്കക്കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു റെഫറൻസ്. ഒരു പടത്തില് പാർട്ടാവാൻ പറ്റിയത് ഞാൻ ഭയങ്കര അഹങ്കരിക്കുന്നു. വർക്കാവാത്ത പാട്ടുകളും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. സീസൺ ആയിരുന്നു എന്റെ ഐഡിയ, സീസണിലെ ട്രാക്ക് തന്നെയായിരുന്നു എന്റെ ഐഡിയ. അപ്പൊ കുമ്പളങ്ങി ആസ് എ ഹോൾ പ്രോജക്റ്റ് ഒരു പേഴ്സണൽ മൊമെന്റ് ആണ്. മഞ്ഞുമലിന്റെ തലേന്ന് വരെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ ഇത് കയ്യിന്ന് പോകുന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ മമ്മൂക്ക ഒരുമിക്കുന്നു എന്ന് പറഞ്ഞൊരു സീൻ നമ്മള് അത് ഭയങ്കര സെറ്റ് പീസ് ആയി മാറും. ഞാൻ ഒരുപാട് ഓവർ ആക്കിയ കുമ്പളങ്ങി കഴിഞ്ഞപ്പോഴും കുമ്പളങ്ങിയുടെ ഫുൾ ലൈബ്രറി എന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് സ്കോർ പോലെ ഇറക്കാൻ പറ്റില്ല. ഇനിയിപ്പോ പോയി തപ്പണേ, ഏതെങ്കിലും ഹാർഡ് ഡിസ്കിലൊക്കെ ഉണ്ടോന്ന് നോക്കണം. അബ്കാർ സ്പേസ് ഇല്ലാത്തോണ്ട് വെറുതെ. റഹ്മാൻ സാറും പിന്നെ രാജാ സാറും ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും. കാരണം അത്രയും സിംപിളറായിട്ട് മെലഡീസ് ഉണ്ടാക്കുന്ന വേറൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഗുരുവിന്റെ സ്കോർ ഭയങ്കരമായിട്ട് അതെങ്ങനെ ചെയ്തു എന്നുള്ളൊരു എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. എന്നെ എപ്പോഴും ഹിറ്റ് ചെയ്യുന്നത് ആദ്യം മ്യൂസിക്കാ, പിന്നെയാണ് സിനിമ. ഒരു സിനിമ വേറെ സിനിമ കാണുമ്പോ എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഷൈജുക്കെയാണ്. ഒബ്സഷൻ എനിക്ക് ഓക്കെ പടം കൊള്ളാം. സൂര്യ സർ പടം, തമിഴ് പടം കൊള്ളാം. ആരും കാണാത്തീൻ ചോടേറും കൂടാരത്തിൽ. ക്യൂ സ്റ്റുഡിയോയിൽ സുഷിൻ ശ്യാം, വെൽക്കം സുഷിൻ. താങ്ക് യു. എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ ബാലൻ കാണുന്ന സമയത്തേക്ക് കംപ്ലീറ്റ് സൗണ്ട് സ്കേപ്പ് എന്ന് പറയുമല്ലോ, പാട്ടും സ്കോറും ഇതെല്ലാം ഈ അത്രയും മിസ്റ്ററി ലോക്ക് നിൽക്കുന്ന പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ബ്ലാങ്കറ്റ് പോലെ തോന്നി. ഇതിങ്ങനെ മൂടി നിൽക്കാണ്. ലാസ്റ്റ് എങ്ങോട്ടയുടെ ഈ ഏറ്റവും പീക്ക് ഹുക്ക് ലൈൻ വരുന്ന സമയത്തേക്ക് ഇതെല്ലാം മറ്റേ ഈ ബ്ലാങ്കറ്റ് വലിച്ചെറിഞ്ഞ് പയ്യൻ ഓടുന്ന സമയത്തേക്ക് അത്രയും ഓപ്പൺ ആവുന്നു, സൗണ്ട് ഓപ്പൺ ആവുന്നു, നമ്മുടെ ഹൈ ഓപ്പൺ ആവുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, സുഷിന് ഹൈ കിട്ടുന്നത് എവിടെയാണ്? എനിക്ക് ഹൈ കിട്ടുന്നത് സെയിം സിംഗിൾ ആ പോയിന്റ് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും ഹൈ. ഞാൻ മറ്റേ പടം ഇറങ്ങുന്നതിന് മുമ്പും നമ്മുടെ കഴിഞ്ഞ ക്യൂലും പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു. ആ ഒരു അവസാനത്തെ സ്കോറിലോട്ടുള്ളൊരു യാത്ര, അതാണ് അതിൻ്റെ ഒരു മെയിൻ. ബേസിക്കലി ആ ഫസ്റ്റ് സോങ് ആയിരുന്നു ഫസ്റ്റ് ഡിസ്കഷനിലുള്ള സാധനം. അമ്മയും മോന്റെയും ഒരു ഡ്രിഫ്റ്റിംഗ് സോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ആ പാട്ട് വർക്ക് ചെയ്തത്. അതിങ്ങനെ ആദ്യം ഞാനൊരു വേർഷൻ ചെയ്തു. അതിതല്ല, അത് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ സോങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫാമിലി സോങ്, അങ്ങനെ ഒരു സാധനം ചെയ്തു. അപ്പം അത് ഞാൻ ചുമ്മാ ബൗൺസ് ചെയ്ത് ചിതുവിന്. അപ്പം ചിതുവിന് ഇതല്ല, നമുക്ക് കുറച്ചും കൂടെ ഒരു ചിതുവിന് കുറച്ചും കൂടെ ഒരു ആറ്റിറ്റ്യൂഡോ കുറച്ചും കൂടെ ഒരു ഐറ്റം വേണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ആദ്യത്തെ ഫസ്റ്റ് ലൈനൊക്കെയാണ് ഞാൻ ആദ്യം ചെയ്തത്. അതിനൊരു ഓൾഡ് ഒരു എന്താ പറയുക, ഒരു 80s അല്ലെങ്കിൽ ഒരു പിങ്ക് ഫ്ലോയിഡ് ആ ടൈമിലുള്ള ടൈപ്പ് ഒരു സ്വഭാവം ഉണ്ട് അതിൻ്റെ ഒരു നടുക്കത്തെ പോർഷനൊക്കെ എത്തുമ്പം. അത് കഴിഞ്ഞ് എങ്ങോട്ടാന്നുള്ള പോയിന്റിലോട്ട് ഞാൻ അപ്പോഴും എത്തിയിട്ടില്ല. ഞാൻ ആ ഫസ്റ്റ് 2 പരിപാടി ചെയ്ത് ഞാൻ ഇങ്ങനെ പിയാനോയിലൊക്കെ ജാം ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പാടുന്നൊരു മെലഡി വേണമെന്നുണ്ടായിരുന്നു. കാരണം മറ്റേതൊക്കെ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എൻഡിലോട്ട് എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ പിയാനോയിൽ ഇങ്ങനെ ഒരു 2-3 കോഡ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ജാം ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ പാടി നോക്കി. അപ്പോൾ എൻ്റെ സാധനം കത്തി. ഞാൻ നേരെ സ്റ്റുഡിയോ പോയി ചുമ്മാ ഇങ്ങനെ ഒന്ന് ഹം ചെയ്ത് എന്ന് പറഞ്ഞിട്ട് പാടി വെച്ച് ചുമ്മാ അൻവർ അലിക്ക് അയച്ചു കൊടുത്തു. അപ്പം പുള്ളിയാണ് അങ്ങനെ ഒരു പുള്ളിയുടെ അടുത്തും പറഞ്ഞ്. ചിതു എപ്പോഴും ഇങ്ങനെ പറയുമ്പം ചിതുവിൻ്റെ ഒരു ലിറിക്സിസ്റ്റിന്റെ അടുത്തുള്ള ഒരു നറേഷനിൽ ചിലപ്പോൾ ആ വേർഡൊക്കെ ഉണ്ടാവും അറിയാണ്ട്, ഇവരെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ ചിലപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പിക്ക് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അൻവർക്കൊക്കെ ആണെങ്കിലും ഒരു താക്കോല് തപ്പി പോകുന്നതിനെ പറ്റി താക്കോൽ എന്നുള്ള സാധനം ചിതുവിന്റെ ഇതിലുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്ങോട്ടേലോട്ട് എത്തുന്നതും. പിന്നെ പടത്തിൽ പല സാധനങ്ങളുണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം എങ്ങോട്ടേലോട്ട് തിരിച്ചൊന്നും കൂടെ എത്തിക്കണം. കാരണം ആദ്യം പ്ലേസ് ചെയ്തൊരു സോങ് ആണ്,
അവിടെ അധികം കേൾക്കുന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. അവിടെ ആരും ശ്രദ്ധിക്കില്ല, കാരണം ആ പടം തുടങ്ങിയേ ഉള്ളൂ. നരേറ്റീവിൽ ഇങ്ങനെ അതെ, പോവാണ്. ഇവരെങ്ങോട്ടാ പോകുന്നുള്ളൊരു സ്പേസിൽ നിൽക്കുക. പിന്നെ പിന്നെ ചിതുവിനും ആദ്യമേ ഈ ഓട്ടത്തിന്റെ കാര്യം, ചിതുവിന്റെ ഏറ്റവും ഹൈ പോയിന്റ് പറയുമ്പോൾ ഈ ഓട്ടമായിരുന്നു. അപ്പൊ ചിതുവിനും അവിടെ ഇങ്ങനെ എനിക്കൊരു കോറസ് പോലത്തെ ഒരു സാധനം എന്നൊക്കെ ഉള്ളൊരു ഐഡിയ പറയണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ അത് ഫസ്റ്റ് സോങ്ങിൽ ആദ്യം പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചത്. അത് ഒരു പ്രാവശ്യം കേട്ടിട്ട് പിന്നെ ഒന്നും കൂടെ തിരിച്ച് റീകോള് വരുമ്പം അതിനൊരു ഹൈ കിട്ടും. ഇതില് ഈ പറഞ്ഞ ഹുക്ക് ലൈന്റെ ഈ പീസ് സെറ്റ് ചെയ്യുന്നു, അതിൽ മാച്ച് ആവുന്ന ലിറിക്കും കൂടെ സാറ്റിസ്ഫൈങ് ആവണല്ലോ. അതെ. അത് ഈ ഇതിലേക്ക് long പല process ആണോ? ടൈപ്പ് സാധനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അൻവർക്ക് ആദ്യം എഴുതിയത് വേറെ, എനിക്ക് അത്ര അങ്ങ് എന്തോ എനിക്ക് ബോധിച്ചില്ല. കമേഴ്ഷ്യൽ സ്പേസിൽ എന്താണെന്ന് അറിയില്ല എനിക്കത്. കാരണം എങ്ങോട്ടാ കുറെ റിപ്പീറ്റേഷൻ വന്നപ്പോഴാണ് എനിക്കത് ഭയങ്കരമായിട്ട് പിന്നെ കണക്ട് ചെയ്തത്. രണ്ടാമത്തെ ഡ്രാഫ്റ്റിലാണ് ഇങ്ങനത്തെ ഈ എങ്ങോട്ടേയും സാധനങ്ങളൊക്കെ വന്നത്. അപ്പൊ ആ ഡ്രാഫ്റ്റ് കേട്ടപ്പം ഇതാണ്. പിന്നെ പിള്ളേർക്കും കൂടെ പാടാൻ പറ്റണം, ഒരുപാട് കട്ടിയാവുന്നതിലും ശരിയാവില്ല. അപ്പം അങ്ങനെയാണ് കുറച്ചും കൂടെ പിള്ളേരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ അപ്പൂപ്പൻ താടി പോലൊക്കെയുള്ള ടൈപ്പ് ലൈൻ വന്നത്. അപ്പം അത് ഭയങ്കര ഈ മാനത്തെ മാമഴ പാടത്തെ പാടത്തെ കാറ് പോലെ എങ്ങോട്ടാ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനത്തിലോട്ട് വന്നു. അതിനൊരു ക്യാച്ചിനെസ് ഉണ്ടായി. ഈ ഹുക്ക് ലൈനുകൾ എപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പാടാൻ പറ്റണം, ഒരുപോലെ ഫീൽ ചെയ്യാനും പറ്റണം. ഈ ഒരു പാട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്തേക്ക് ഹുക്ക് ലൈൻ എന്നുള്ളത് ചിലപ്പോൾ ഡയറക്ടർ ബ്രീഫ് ഉണ്ടാവാം, സുഷിൻ തന്നെ അതിൽ ക്രാക്ക് ചെയ്യുന്നതായിരിക്കാം. ഇതിൽ ഹുക്ക് ലൈൻ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളോട്ട് എത്താം. ഇനി പാട്ട് ഏറ്റെടുക്കുന്ന ആൾക്കാര് ഹുക്ക് ലൈനിന് വേണ്ടി അങ്ങനെ ഒരു പ്രത്യേക എഫേർട്ട്, അങ്ങനെ ഒരു ടൈം മാറ്റി വെക്കല്, അങ്ങനെ ഒരു പ്രോസസ്സിലുണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെ ഹുക്ക് ലൈനിന് വേണ്ടിയിട്ടില്ല. എപ്പോഴും ഒരു പാട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോയി അതിനൊരു ക്ലൈമാക്സിലോട്ട് എത്തിക്കുന്ന ഒരു മോനുണ്ടല്ലോ. ഒരു പാട്ടിൽ എന്തെങ്കിലും വേണം ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ. ചിലപ്പോൾ ഈ ആൾക്കാർക്ക് ഈ പാട്ടിന് ചിലപ്പോൾ 2.5 മിനിറ്റ് ചിലപ്പോൾ വർക്ക് ആവില്ലായിരിക്കും, പക്ഷെ 2.5 മിനിറ്റിന് ശേഷമുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പാട്ട് കേൾക്കുന്നത്. എന്തെങ്കിലും ഓരോ ആൾക്കാർക്ക് സബ്ജക്റ്റീവ് ആണല്ലോ ഇത് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇതങ്ങനെ ഒരു ഹുക്ക് ലൈനിന് വേണ്ടിയിട്ടും അല്ല ചെയ്തത്. ഇതെനിക്ക് ബേസിക്കലി ആ ഒരു ഇമോഷൻ അവിടെ ചെറുതായിട്ട് പാട്ടിന്റെ ഫസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ഗുഡ്, ഒരു മേജർ സ്പേസിൽ പോകുന്നതാണെങ്കിൽ, പക്ഷെ ഈ സ്പേസ് എത്തുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു പ്രത്യേക ഒരു പ്രോഗ്രഷൻ ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രഷൻ ആണ് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ആഹ്ലാദ കണ്ണീർ കിട്ടുന്ന ഒരു ടൈപ്പ് ഒരു ഇമോഷൻ. ഇവനും ഒരു ക്ലോഷർ വേണമല്ലോ. അതെ, അമ്മയെ കിട്ടുന്ന മൊമെന്റ്. അതെ. അപ്പം അത് ആൾക്കാരിലോട്ട് എത്തിക്കാന്നുള്ളതിന്റെ ഒരു പോയിന്റില് ആണ് ചെയ്തത്. അതും ആദ്യം ആക്ച്വലി ആ പാട്ട് ചെയ്യുമ്പോൾ എന്റെ പ്ലാനിലുള്ള ഒരു സാധനം ഇതായിരുന്നു, ഇത് എന്തായാലും അവിടെ കൊണ്ടുവരും, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ ചെയ്തത്. അപ്പം അങ്ങനെയാണ് അത് ആ ഒരു ഐഡിയയിലാ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് വിഷ്വല് കിട്ടിയിട്ടാണ് ഈ പാട്ടും ചെയ്യുന്നത്. അങ്ങനെ ഇതിന്റെ മുമ്പായിട്ടൊന്നും ചെയ്യില്ല. വിഷ്വല് കണ്ട് വിഷ്വലില് ഒരു ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ അതിന്റെ മുകളിൽ ചെയ്യാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. പിന്നെ ഞാൻ ആക്ച്വലി ക്യാൻസിന് വേണ്ടിട്ട് ജസ്റ്റ് ടപ്പേന്ന് പറഞ്ഞിട്ട് ഒന്ന് അടിച്ചു വിട്ടൊരു സ്പേസ് ആയിരുന്നു ഞാൻ. കാരണം എന്തെങ്കിലും വേണമല്ലോ അവാർഡ്സിനായിരിക്കും. ഞാൻ ഇപ്പൊ പേട്രിയോട്ടിന്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഇരുന്ന് ഈ ക്ലൈമാക്സ് മെയിൻ ആയിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തിട്ട് ഞാനൊരു ഔട്ട് എടുത്ത് കൊടുത്തു. പിന്നെ അത് ക്യാൻസലൊക്കെ എല്ലാവർക്കും ആ സ്പേസ് ഭയങ്കര ഒന്നും കൂടെ പൊലിപ്പിച്ച് ഇവിടെ ഒന്നും കൂടെ പ്ലേസ് ചെയ്തു. ഈ ചിതുവിനെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ആളുകളെ കരയിക്കാന്നുള്ളതായിരുന്നു സുഷിനോടുത്ത ബ്രീഫ് എന്നുള്ളത്. ഈ പലതവണ പല പാട്ടുകളിലൂടെ കരയിപ്പിച്ചിട്ടുണ്ട്. അത് പല ഇമോഷണൽ ആളുകൾക്ക് ഹിറ്റ് ചെയ്യുന്ന സമയത്തേക്ക്, ഇങ്ങനെ ഒരു ബ്രീഫ് കിട്ടുന്ന സമയത്തേക്ക് എന്താ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ഈ കരയിക്കാന്നുള്ളതാണോ അതിൽ ഈ ഹൈ ആണോ? എനിക്കങ്ങനെ കരച്ചിലായിട്ട് അല്ല, എനിക്ക് ആക്ച്വലി എന്താന്നറിയില്ല, ചില സ്പേസ് എനിക്ക് ഞാൻ പറയാറുണ്ട്. അതായത് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പെർസെന്റേജ് ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം രോമാഞ്ചം വരുന്ന സീനിൽ രോമാഞ്ചം ആൾക്കാർക്കും കൂടെ വരികയാണെങ്കിൽ എന്നുള്ള പോലത്തെ ഒരു സ്പേസ് ആയിരുന്നു എനിക്കിത്. ഈ സ്പേസിൽ എനിക്ക് എല്ലാ പ്രാവശ്യം ഗൂസ് ബംസ് വരാറുണ്ട്. സ്വന്തമായിട്ട് ചെയ്താണെങ്കിലും അതൊന്നും കൂടെ കാണുമ്പം ആ മൊത്തം വിഷ്വലിന്റെ കൂടെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കുറച്ച് പേർക്ക് കിട്ടുന്നു. അപ്പൊ അത് എല്ലാ പ്രാവശ്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ മിക്സ് ചെയ്ത് അന്ന് ഒരു ഫുൾ നൈറ്റ് മിക്സ് പോയിട്ട് എനിക്ക് എല്ലാ പ്രാവശ്യം ഈ ഗൂസ് ബംസ് കിട്ടും. ഈ ഒരു സ്പേസ്, ഈ കാറ്റ് പോലെ, ഈ അമ്മ ബാക്കിലോട്ട് നടന്നു പോകുന്ന ഷോട്ടിലാണ് ലിറിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെ വരുന്നത്. അപ്പം മിക്സ് ചെയ്ത് നമ്മളത് അവസാനം ഓവർ മിക്സ് ചെയ്ത് രാവിലെ ആകുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് കിട്ടുന്നില്ല.
അപ്പൊ ഞാൻ ഷിജിന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇത് പണി പാളിയത്, നമ്മൾ ഇത്തിരി ഓവർ ഡൂ ആയി നമ്മുടെ പരിപാടി, ഡിസ്റ്റോർട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രാവിലെ രാവിലെ തിരിച്ച് എന്തോ മലേഷ്യക്കൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് അപ്പൊ എന്തോ ഗ്ലിച്ച് ആയിരുന്നു ആക്ച്വലി. പ്രോ ടൂൾസ് ഒന്ന് ഓഫ് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ അതായിരുന്നു അതിന്റെ മെയിൻ ഒരു. സുഷിൻ കരഞ്ഞോ പാട്ട് കേട്ടിട്ട്? പാട്ട് കേട്ടിട്ട് കരഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടായിരുന്നു ആ ഒരു പോയിന്റിലോട്ട് എത്തുമ്പം. എൻ പോയിന്റിൽ ആൾക്കാർക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ഇമോഷൻ ഉണ്ടെങ്കിൽ അത് ക്യാരി ഓവർ ആവുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഉറപ്പായിരുന്നു. ഈ ലിറിക്സിലെ സിംപ്ലിസിറ്റിയും കൂടെ ഇതിന്റെ ഫാക്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് തന്നെ ഈ താക്കോൽ സോങ്ങിലും ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഈ കുറ്റിരുട്ടിലും ഇല്ലല്ലോ, ഉത്തരത്തിലും ഇല്ലല്ലോ, ഈ ചോദ്യങ്ങൾ, അങ്ങനെ ഭയങ്കര സിംപ്ലിഫൈഡ് ഒരു പദ്യം പാടുന്ന പോലെയാണല്ലോ ഈ പാട്ട്. അപ്പൊ ഇതിനൊരു റൈമിങ് സ്വഭാവം ഉണ്ട്. ആ റൈമിങ് സെറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ മാസ് പടങ്ങളെ പറ്റി പറയുമല്ലോ, ക്ലീശകൾ കൊടുക്കുമ്പോഴാണ് ആളുകൾക്ക് ഓൾറെഡി കണ്ട് ശീലിച്ച പോയിന്റിൽ കൈയടിക്കുന്നത്. അപ്പൊ റൈമിങ്ങിൽ നമ്മൾ കുഞ്ഞുനാളിൽ കേട്ട് പഠിച്ച് ഏറ്റുപാടിയ റൈമിംഗ് ഫോർമാറ്റ് വന്നാലേ ആളുകൾ ഇത് ഏറ്റുപാടുന്നുള്ളൂ. അവർക്ക് ഇത് അവരുടെ നൊസ്റ്റാൾജി മൊമെന്റോടെ കണക്ട് ആവുന്നതും ഷെയർ ചെയ്യുന്നതും. ഈ താക്കോൽ സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഇതിന്റെ റൈമിംഗ് ഇതായിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ പാട്ടിന്റെ ഫോർമാറ്റ് ഇതായിരിക്കണം, ഇത്തരം വരികൾ ഇതിന്റെ ഭാഗമായിരിക്കണം. ഇതിലൊരു ഡിസിഷൻ മേക്കിംഗ് കൂടിയല്ലേ. ഈ പറഞ്ഞ, എനിക്കറിയില്ല ആദ്യം വരി തന്നിട്ടാണോ പാട്ടുണ്ടാക്കിയെന്ന് എനിക്കറിയാം. അപ്പൊ അതിൽ റൈമിംഗ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ പ്ലാൻ ആക്ച്വലി കാക്കേ കാക്കേ കൂടെവിടെ കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു റെഫറൻസ്. നമുക്ക് അതന്നെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഐഡിയ പിടിച്ച് പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മളൊരു സോങ് ഉണ്ടാക്കാണല്ലോ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ സിമിലാരിറ്റി ആ ഒരു റൈം വരുന്ന വേറെ സാധനങ്ങൾ നമ്മളെ പടമായിട്ട്, മറ്റതും ആക്ച്വലി ഭയങ്കര നമ്മുടെ പടമായിട്ട് പോകുന്ന സാധനം, കൂടെ എവിടെ എന്നുള്ളൊരു സാധനം, വീട് എവിടെ എന്നുള്ളൊരു സാധനം. അപ്പൊ അതിന് പകരം ചെയ്തുവാണ് ഇങ്ങനെ ഒരു നമുക്ക് താക്കോല് തപ്പി നടക്കുന്ന ഒരു പരിപാടി ഇടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു റൈം വെച്ച് പിന്നെ അതിലോട്ടൊരു പുതിയ മെലഡി കൊണ്ടുവന്ന് അതിനൊന്ന് കുറച്ചും കൂടെ ഹൊററാക്കി എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ഐഡിയ. അതിന്റെ അൻവറിലായിട്ടുള്ളൊരു കോൺവെർസേഷൻ ബീറ്റേഴ്സ് ഞാൻ ഇട്ടുണ്ടായിരുന്നു. അതന്നെയാണ് അവിടെ സംഭവിച്ചത്. ഇങ്ങനെ ഒരു ഐഡിയ ഇടുന്നു, പിന്നെ ഭയങ്കര രസാ അത്. പിന്നെ പാട്ട് ഇത്രയും കുട്ടികളുടെ പാട്ടാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇതില് ബീറ്റിലുള്ള ഹൊറർ ആംബിയൻസ് ആൻഡ് മൂഡാണല്ലോ. പടം കാണുമ്പോഴേ ആക്ച്വലി എന്തുകൊണ്ടാണ് അതങ്ങനെ ഇത്തിരി ഒരു ഹൊറർ സ്പേസിലോട്ട് പോകുന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്തിനാണ് ഈ കുട്ടികൾ ഫ്രണ്ട്ലി അല്ല കാണുന്ന സമയത്തേക്കാണ്. അല്ല കുട്ടികൾ ഫ്രണ്ട്ലി അല്ല. മൊത്തത്തിൽ അതിന്റെ ഒരു സ്കോറിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. നമുക്കൊരു അമ്മ മനസ്സ് തങ്ക മനസ്സ് പ്ലേ ചെയ്യാൻ പറ്റാത്ത ഒരു സ്പേസ് ആണ്. അപ്പം അമ്മയുടെ തീം ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട്, ഞാന് ഇപ്പൊ കുട്ടീൻ്റെ അടുത്ത് വന്ന് പറയണ്ടല്ലോ, ഞാൻ എത്ര വൈകിയാലും ഇവിടെ തന്നെ നിക്കണമെന്നൊക്കെ പറയുമ്പം അമ്മയുടെ ഒരു ക്ലോസ് ഷോട്ട് വരുന്നുണ്ട്. അപ്പം അതില് അത്ര ഒരു അമ്മ മനസ്സല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തില് ചെറിയൊരു ടോക്സിക് സ്പേസ് അല്ലേ എന്ന് ചോദിച്ചാ കുട്ടി ഞാൻ ആലോചിക്കും ഇങ്ങനെ, കുട്ടി വളർന്നിട്ട് അവൻ ആലോചിക്കില്ല ഇങ്ങനെ ഇത് എന്തൊരു ജീവിതമായിരുന്നു എന്നുള്ളൊരു ടൈപ്പ് സാധനം. കുറച്ച് ഹൊറർ സ്പേസ് ആയിരുന്നല്ലോ ഞാൻ ജീവിച്ചത് ചെറുപ്പത്തിൽ എന്നുള്ളൊരു ടൈപ്പ് സാധനം ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് അമ്മ എന്നുള്ളൊരു സാധനമല്ല, അതൊരു ഭയങ്കര ഒരു സർവൈവൽ, അവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോകുന്ന ഒരു രണ്ട് ആൾക്കാർ എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ അങ്ങനെയാണ് അമ്മയുടെ തീംസും എല്ലാം ചെയ്തത്. അമ്മയുടെ തീം അത്ര ഭയങ്കര ലവ് അല്ല, പക്ഷെ വേറെ എന്തോ ഒരു ഇത്തിരി വിയേർഡ് അഫെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതെ ഇത്തിരി വേറൊരു സാധനം മീറ്റർ തന്നെ വേറെ മീറ്റർ ആണ്. അപ്പം അങ്ങനെയാണ് മൊത്തത്തിൽ അതിനൊന്ന് ട്രീറ്റ് ചെയ്തത്. പിന്നെ കൂടുതലും എങ്ങോട്ടയുടെ ഒരു ഐഡിയയും പിടിച്ചിട്ടുണ്ട്. കാരണം സ്റ്റാർട്ടിങ് മുതലേ ഇവരിങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പാട്ടുകൾ ചെയ്യുന്നു, ദിലീപറിന്റെ ഹുക്ക് ലൈനുകൾ ആളുകൾ ഏറ്റുപാടുന്നു, പാട്ടുകൾ ട്രെൻഡ് സെറ്റേഴ്സ് ആവുന്നു. ഇത് കുറെ നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുഷിന്റെ ഇതിന്റെ ഒരു ഹൈ പോയിന്റ് എങ്ങനെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇതിന്റെ ഈ ട്രെൻഡ് സെറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചധികം കാലം ഉണ്ടല്ലോ, എല്ലായിടത്തും മറ്റേ മെൻഷൻ വരാം, ടാഗുകൾ വരാം, കാണുമ്പോൾ എല്ലാവരും പറയുന്നുണ്ടാവാം. ഇത് റിപ്പീറ്റഡ്ലി സൈക്കിൾ പോലെ സംഭവിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് അഭിരമിച്ചു പോകുന്ന ഒരു സംഗീത സംവിധായകനാണോ അത് ഇതിലൊന്നും ഭയങ്കര കിക്ക് ഉണ്ടാവും, കിക്ക് നമ്മളെ കിക്ക് ചെയ്യാത്ത പോലെ ഹോൾഡ് ചെയ്ത് പോകുന്ന ആളാണോ? ഇതിന്റെ ഒരു മീറ്റർ ബാലൻസിങ് എങ്ങനെയാ? എനിക്ക് ആക്ച്വലി എന്റെ പേടി ഇതിപ്പം ഉറപ്പായിട്ട് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നോണ്ടാണ് ഇത് ടാഗ് ചെയ്യുന്നത്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ, ഇപ്പൊ തിയേറ്ററിന് ഇറങ്ങിയാൽ പെട്ടെന്ന് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇത് പോയി പാട്ട് തപ്പുക എന്നുള്ളതാണല്ലോ. കാരണം അവർക്ക് ആ ഇമോഷനിൽ ഇത് ചിലപ്പോൾ കേട്ടിട്ടേ ആയിരിക്കും തിയേറ്ററിന് പുറത്തോട്ട് പോകുന്നത്.
ഇത് പക്ഷെ കൊറേ ഇങ്ങനെ ഞാനിത് ഈ മെൻഷനിൽ കേൾക്കുമ്പം എന്റെ ഫേവററ്റിൽ നിന്ന് ഇത് പോവെന്നുള്ള പേടി മാത്രമേ എനിക്കുള്ളൂ. അതായത് റിപ്പീറ്റഡ്ലി ഞാൻ കേൾക്കുന്നുണ്ട് കുറെ പ്രാവശ്യം. അപ്പൊ കാരണം എനിക്കിത് പടം ഇറങ്ങുന്നതിന്റെ മുമ്പ് വരെ ഇത് പാട്ടുകള് വേറെ ആൾക്കാർക്ക് ഇത് നമ്മൾ വേറെ ലേബലിനോട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആക്ച്വലി എങ്ങോട്ടാ കൊടുക്കാൻ. അതായത് ഭയങ്കര ഇതിന്റെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണല്ലോ. കാരണം അതുവരെ ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ഒരു സാധനം പോലെ തോന്നി എനിക്ക്. അങ്ങനെ വേറെ പാട്ടിനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആ ഒരു ഇമോഷൻ. എന്താന്നറിയില്ല, എങ്ങോട്ടാ പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് പോകുമ്പോ എനിക്ക് ഭയങ്കര വിഷമായി. എന്നൊരു ഫുൾ ഡേ ഞാൻ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്നു. അപ്പം പിന്നെ അത് നമ്മള് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര അറ്റാച്ച്ഡ് ആവരുത് എന്നുള്ളത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യങ്ങളും നമ്മളത് വിട്ടുകൊടുക്കണം, പ്രത്യേകിച്ച് ചെയ്യുന്ന സാധനങ്ങൾ മ്യൂസിക് ആണെങ്കിലും. അതങ്ങനെ ആർട്ടിന്റെ എപ്പോഴും ഭംഗി തീർന്നു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള, എല്ലാവർക്കും കേൾക്കാൻ, നമ്മള് പേഴ്സണലായിട്ട് വെക്കാനല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ച് ഡിറ്റാച്ച് ആവാൻ പഠിച്ച് ആർട്ടുമായിട്ട്. ആ ഡിറ്റാച്ച്മെന്റ് ആണ് ഈ പറഞ്ഞ ഓവർ ഹൈയിലോട്ട് പോവാതെ ബാലൻസ് ചെയ്ത് പോവാനുള്ള ടൂൾ, ഹെൽപ്പ് ചെയ്യുന്ന ടൂൾ എന്നൊക്കെ പറയുന്നത്. എന്നെ ഒരുപാട് അങ്ങനെ വേറെ രീതിയിൽ ഇത് എനിക്കൊരു ഹൈ കിട്ടുന്നത് ഉറപ്പായിട്ടും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, ആൾക്കാർ അതിനെ പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഹൈ ഉണ്ട്. കാരണം ആൾക്കാർ സംസാരിക്കാതിരുന്ന പിന്നെ അതിലെന്താണ് ഹൈ? അതെ, നെക്സ്റ്റ് പരിപാടിയിലോട്ട് പോവാനൊരു എപ്പോഴും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവാർഡ്, ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഞാൻ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് പെട്ടെന്നൊരു അവാർഡ് കിട്ടുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റ് പരിപാടി ചെയ്യാൻ ഒരു എനർജി, അതൊരു വാലിഡേഷൻ കിട്ടിയ പോലത്തെ ഒരു സാധനം. അപ്പം അതൊക്കെ ചെറിയ ഹൈ തരുന്ന സാധനം. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതല്ലേ ഉള്ളൂ, ഒരു കുറച്ച് അപ്രിസിയേഷനിലാണല്ലോ എല്ലാവരും. അതൊക്കെ തന്നെ ഉള്ളൂ. അതിൽ തന്നെ ഞാൻ ഭയങ്കര സംഭവം പറഞ്ഞിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ വലിയ ഒരു കാര്യമില്ല. ഈ വർക്കാവുന്ന പാട്ടുകൾ കൊടുക്കുന്നതോറും വർക്കാവുന്ന പാട്ടുകളാണ് ഡിമാൻഡും കയറുന്നുണ്ട്. അതെ അതെ, വർക്കാവാത്ത പാട്ടുകളും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ. കാറ്റ് തൊട്ടപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര കമേഴ്ഷ്യലി എല്ലാവർക്കും വർക്കാവുന്ന സോങ് അല്ല അത്. കാരണം ഞാൻ അത് കുറച്ച് അധികം ടൈം എടുത്ത് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ കുറച്ചിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ എനിക്ക് എന്തെങ്കിലും വേറെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെയ്ത. അപ്പോഴും ഞാൻ ആ പാട്ട് എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തന്നെയാ തോന്നുന്നത്. അതിപ്പം എന്തൊക്കെ അതിന്റെ അഭിപ്രായങ്ങൾ വന്നാലും എനിക്ക് അതിലെന്തോ കുറച്ച് പരിപാടികളുണ്ട്. അത് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് ചിലപ്പോൾ പ്ലേസ്മെന്റ് തെറ്റിപ്പോയി എന്നാണ് തോന്നുന്നത്. കാരണം പടത്തിലാണെങ്കിലും ഇപ്പം മഹേഷിനാണെങ്കിലും ആ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ആ പടത്തിന്റെ ആ പാട്ട് വേണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചർച്ച വന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ ഇതിപ്പോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അപ്പൊ മഹേഷ് അങ്ങനെ പടത്തുന്നത് പകുതി കട്ട് ചെയ്ത് കളഞ്ഞു. പാട്ട് വേണ്ട എന്നുള്ളൊരു സ്പേസ്, കാരണം മാറിപ്പോയി, പടം മാറിപ്പോയി. അപ്പം അതേപോലെ പിന്നെ അതിൻ്റെ അകത്തൊരു ഹിറ്റ് എന്നാ പിന്നെ അത് വെക്കല്ല, എന്നാ പിന്നെ മനുഷ്യനടിക്കാം എന്നുള്ളൊരു സ്പേസിലാണ് മനുഷ്യൻ ട്രൈ ചെയ്തത്. മനുഷ്യന് പിന്നെ ഒരു കമേഴ്ഷ്യൽ ഒരു സാധനം ഉണ്ട്. അപ്പം അതങ്ങനെ ഒരു പടത്തിൽ ഒരെണ്ണം വേണം. ഈ ട്രെൻഡ് സെറ്റ് പറഞ്ഞപ്പോൾ ഫിഫയുടെ പേജിൽ വന്ന മെസ്സിയുടെ പോസ്റ്റ് കണ്ടായിരുന്നു. ഇല്ല, ഇലുമിനാറ്റി ലിറിക്സ് ആയിരുന്നു, അവനെ പടച്ചുവിട്ട കടകളൊക്കെ 10-ൽ 10. ആ രീതിയിലും കൂടെ റെക്കഗ്നീഷൻ എന്നുള്ളത് ഫിഫയുടെ ടൈമിൽ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പാട്ട്. ഇത് വേറെ പാട്ട് രോമാഞ്ചത്തിന് ഫിഫ കാണുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഫുട്ബോള് കാണാറില്ല. ബെൽ ക്ലാസിക് ചെയ്യുന്നോണ്ട് കുറച്ചൊന്ന് ഫോളോ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഈ പാട്ടുകൾ ഇതെല്ലാം പറയുമ്പോൾ ഉറപ്പായിട്ടും മനുഷ്യൻ ഡിസ്കസ് ചെയ്യുന്നു തോന്നുന്നു. മനുഷ്യൻ ഈ പറഞ്ഞ മമ്മൂക്കയുടെ റെൻഡറിങ് പോർഷൻ അവിടെ വരുന്നുണ്ട്. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ് പ്ലേ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മ്യൂസിക്കാലിറ്റി ഉണ്ട്. തിയേറ്ററിൽ കാണുന്നവരുടെ സിനിമ കാണാനുള്ള പേസിംഗ് കൂടെ ഇതനുസരിച്ചിരിക്കുമല്ലോ. നെക്സ്റ്റ് ഒരു ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന പോലെ സ്റ്റേജ് മാറുന്നത് അവിടെയാണ്. ഈ മനുഷ്യന്റെ ഒരു ഇനീഷ്യൽ ഐഡിയയിൽ മമ്മൂക്ക തന്നെയായിരുന്നോ? അല്ല, മനുഷ്യൻ ആക്ച്വലി മഹേഷ് ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഇൻഫ്ലുവൻസർ ട്രാക്ക് എന്നുള്ള പോലത്തെ ഒരു സാധനമായിരുന്നു. അപ്പൊ അതിന്റെ ഇനീഷ്യലി അതൊരു ഭയങ്കര ജിങ്ജാങ്, ഒരു ഇലക്ട്രോണിക്, ഭയങ്കര എല്ലാവരും എൻജോയ് ചെയ്യുന്നു എന്നുള്ളൊരു ട്രാക്കിന്റെ ഐഡിയയിലായിരുന്നു എനിക്ക് ട്രാക്ക് വന്നത്. അതിന്റെ വിഷ്വലൊക്കെ കണ്ടപ്പോൾ എനിക്ക് പടത്തിന്റെ നെറേറ്റീവായിട്ട് അത് പോവാത്ത പോലെ തോന്നി. കാരണം പെട്ടെന്നൊരു ഐറ്റം ഡാൻസ് വന്ന് പ്ലേസ് ചെയ്യുന്ന പോലത്തെ ഒരു ടൈപ്പ് ഐഡിയയിലോട്ട് പോവോ, അത് വേണ്ട. അതിലും ഭേദം നമുക്ക് കുറച്ചും കൂടെ ഡാനിയൽ ത്രൂ തന്നെ
പോവാം ട്രാവൽ ചെയ്യുന്നതായിരിക്കും. കാരണം പുള്ളി ഇങ്ങോട്ട് പോകുന്നു, പുള്ളിക്ക് ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ട് മൊത്തം പരിപാടി. അപ്പൊ അത് വെച്ച് നോക്കിയപ്പോ അങ്ങനെയാണ് നമ്മൾ അത് ഡാനിയലിന്റെ പെർസ്പെക്റ്റീവിലോട്ട് മാറ്റിയത്. അപ്പം ഞാൻ കുറച്ചും കൂടെ അതൊരു ഗ്രൂവി ട്രാക്കിന്റെ മുകളിൽ സീസൺ ആയിരുന്നു എന്റെ ഐഡിയ, സീസണിലെ ട്രാക്ക് തന്നെയായിരുന്നു എന്റെ ഐഡിയ. അപ്പൊ അങ്ങനത്തെ ഒരു മറ്റേ മനസ്സുകളിൽ നറേറ്റീവ് അങ്ങനെ ഒരെണ്ണം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ ഇങ്ങനെ മനസ്സിനടുത്ത് മമ്മൂക്ക തന്നെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ അതിനെന്താ പറഞ്ഞ് അങ്ങനെ വിനായക് അത് എഴുതുന്നു. വിനായകന് എഴുതുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കുറച്ച് ChatGPT ഒക്കെ വെച്ചിട്ട് മറ്റേ ലിറിക്കൊക്കെ എന്റെ വക ഒരെണ്ണം ഉണ്ടാക്കി, വൃത്തികെട്ട ലിറിക്സ് വെറുതെ ചുമ്മാ. എനിക്ക് എന്തെങ്കിലും ഐഡിയ എന്തെങ്കിലും ബൗൺസ് എനിക്ക് എഴുതാൻ അറിയില്ല. ഞാൻ ചുമ്മാ എന്തൊക്കെയോ മലയാളത്തില് തോന്നുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വായിൽ വരിച്ചിട്ട് ഇങ്ങനെ വിനായകനൊരു ബൗൺസ് കൊടുത്ത്, വിനായക് അത് പ്രോപ്പറായിട്ട് അവന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് അവനൊരു പ്രോപ്പർ സാധനം എഴുതി തന്നു. അങ്ങനെ എഴുതി, അങ്ങനെയാണ് മനുഷ്യൻ എന്നുള്ള സാധനം. പിന്നെ ഞാനാണ് അത് മനുഷ്യൻ ആക്കാൻ, നമുക്കത് റിപ്പീറ്റ് ചെയ്യാം എല്ലാ പ്രാവശ്യം വരുമ്പോ മനുഷ്യൻ എന്നുള്ള സാധനം ഇടാം. അങ്ങനെ അതൊരു ഫോമായി വന്ന് പുള്ളിയും കൂടെ നറേറ്റ് ചെയ്തപ്പം മമ്മൂക്കയുടെ ഒരു സാധനം കൂടെ കിട്ടിയപ്പം അത് പിന്നെ ഒരു പ്രോപ്പർ ട്രാക്കായി മാറി. അതായത് പിന്നെ ശക്തിശ്രീനെ കൊണ്ട് പാടിപ്പിച്ചു, പാട്ടും വന്നു, ചെറിയ ലിറിക്കൽ. എനിക്കും അതൊരു ചെറിയൊരു ഡേസി സ്വഭാവം വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മിക്സ് പിടിച്ചു. എനിക്ക് പാട്രിയറ്റിൽ ഇതുപോലെ ഭയങ്കര ഫേവറേറ്റ് മൂമെന്റ് ടൈറ്റിൽ എഴുതിയ സമയത്ത് ഒരു സ്കോർ ഉണ്ട്, ഒരു റെട്രോ ബോളിവുഡ് സ്കോർ അല്ല, ഷോയിലേക്ക് കാണുന്ന ഒരു മൂഡ്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് നല്ലതായിരുന്നു, ഞാൻ തന്നെ പറയാം. അത് പാവങ്ങളുടെ ജെയിംസ് ബോണ്ട് എന്നാണ് മഹേഷ് നാരായൺ അത് കേട്ടപ്പോ പറഞ്ഞത്. ഇത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. കാരണം ഈ എന്താണ് മാൻ ഫ്രം അങ്കിളോ അങ്ങനെ ഒരു പടമില്ല, അങ്ങനത്തെ ആ ഒരു ജോണറല്ലേ, ഇപ്പൊ കരച്ചി പടമായിരുന്നു തോന്നുന്നു. അപ്പം അതിന്റെ അകത്തൊക്കെ ഉണ്ട് ഇങ്ങനെ ഭയങ്കര ഒരു ബിഗ് ബാൻഡ് ബ്രാസ് സൗണ്ടും പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇനീഷ്യൽ സ്കോറൊക്കെ തുടങ്ങിയത്. പിന്നെ അത് ഡൈവേർട്ട് ചെയ്ത് വേറെ ഒരു കമേഴ്ഷ്യൽ സ്പേസിലോട്ട് സ്കോറും പോയി. പക്ഷെ തുടങ്ങുമ്പോ നമ്മൾ ഭയങ്കര പുതിയത് എന്നുള്ള പോലെ അങ്ങനെ തുടങ്ങിയത്. അപ്പം അതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഏരിയ ആയിരുന്നു. കുറച്ച് ഇടക്കൊക്കെ പോകുമ്പം ഹരിഹർ നഗറും തോന്നും, അങ്ങനത്തെ ഒരു ഗിറ്റാറൊക്കെ ഉണ്ട്. ഉത്തര കേട്ടപ്പോ പറഞ്ഞു ഹോനായി, അങ്ങനത്തെ ഒരു റെട്രോ കറക്റ്റ്. ആ പുള്ളി മെട്രോയിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പം അങ്ങനത്തെ ഗിറ്റാർസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടിയൊക്കെ പിടിച്ച് അങ്ങനെ ഒരു വേറൊരു സ്പേസ് പിടിക്കണമെന്നുണ്ടായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പം പടത്തിന്റെ സ്വഭാവം മാറും, അപ്പൊ പിന്നെ അതിനനുസരിച്ച് പിടിച്ചുപോയി. പക്ഷെ അത് ഭയങ്കര രസമുള്ള എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് തിയേറ്റർ മൂമെന്റ്. അതെ ഈ സൗണ്ടിൽ ഇത് വരുമ്പോ ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ നേരത്തെ ഹുക്ക് ലൈൻ പറഞ്ഞു, ഈ ആളുകളെ കരയിപ്പിക്കുന്ന ബ്രീഫിനെ പറ്റി പറഞ്ഞു. അതിൽ ഈ ബ്രീഫ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ആളുകൾ ഈ പറഞ്ഞൊരു കോർ പോർഷനിലെ ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു ചെരാതുകളിലെ മകനെ തുടങ്ങുന്ന ഭാഗം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇന്നും കുമ്പളങ്ങിയുടെ ഈ പറഞ്ഞ ഒരു ഓഡിയോ ആൽബം എന്ന് പറഞ്ഞ പോലെ ജൂക്ക് ബോക്സ്, OST ഇതെല്ലാം ഇന്നും ഡിസ്കഷനിലാണ്, സിനിമ ഡിസ്കഷനിലാണ്. പല ഭാഷക്കാര്, പല നാട്ടുകാര് സിനിമയെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പലപ്പോഴും ഈ മകനെ എന്നുള്ള പോർഷൻ ഈ ഹിന്ദിക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, അതർ ലാംഗ്വേജ് ആളുകളുടെ പല അക്കൗണ്ടുകളിൽ ഈ പാട്ട് കാണുന്നു. ഈ മകനെ ശരിക്ക് സുഷിന്റെ ഭയങ്കര ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൊമെന്റ് ആണോ? ഈ റെക്കോർഡിംഗ് സെഷൻ ആയിരിക്കാം, സ്ക്രീനിൽ കാണുന്നതായിരിക്കാം, വിഷ്വൽ ആയിരിക്കാം. ഈ മകനെ സ്റ്റിൽ ചെറിഷ് ചെയ്യുന്ന ഒരു പോർഷൻ ആണോ ആ പാട്ട്? ചെരാതുകൾ പാട്ടാണ്, പാട്ട് ഇപ്പോഴും ചെറിഷ് ചെയ്യുന്നൊരു പരിപാടിയാണ്. പടത്തിലുള്ള പ്ലേസ്മെന്റ് ആക്ച്വലി അതില് പ്ലേസ് ചെയ്ത് ആക്ച്വലി സൈജു ശ്രീധർ ആയിരുന്നു. അതായത് പുള്ളിയായിരുന്നു അതിന്റെ എഡിറ്ററും. പുള്ളി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയാണ് അത് ഡിസൈഡ് ചെയ്തത്, ഇതാണ് പടത്തിന്റെ തീം എന്ന് പുള്ളി ഇങ്ങോട്ടാണ് പറഞ്ഞു തന്നത്. കാരണം നമ്മളപ്പോഴും ഞാനും ശ്യാം പുഷ്കറും മൊത്തം മധുവേട്ടനും എല്ലാവരായിട്ട് ഇങ്ങനെ അപ്പോഴും തീം തപ്പി നടക്കുമ്പം സൈജു ആണ് അതിൻ്റെ അകത്ത് അത് കട്ട് ചെയ്ത് ഹമ്മിങ് എടുത്തിട്ട് പുള്ളിക്ക് തോന്നുന്ന ഇമോഷണൽ സ്പേസിലൊക്കെ പുള്ളി ഹമ്മിങ് കൊണ്ടുപോയിട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ മകനെ പുള്ളിയാണോ ഇട്ട ഞാനോ ഇട്ട ഓർമ്മയില്ല. എന്തോ അങ്ങനെയോ അവിടെ അത് മകനെ പ്ലേസ് ആയി. കാരണം മകനെ നമ്മള് ആദ്യം പ്ലേ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ മകനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തപ്പം അത് കറക്റ്റ് ഒരു മൊമെന്റ് ആയി മാറി എന്നുള്ളതാണ്. അറിയാണ്ട് ഇങ്ങനെ സെറ്റായി വന്നു പോകുന്നതാണ്. കാരണം അല്ലെങ്കിൽ മകനെ ഇടാൻ സ്ഥലമില്ല. അതെ. അപ്പം അതാണ് എന്റെ ഹൈ പോയിന്റ് തോന്നിയപ്പം അവനാണ് മകനെ വന്നത്. കുമ്പളങ്ങിയുടെ ഒരു ലോങ് ജേണി കൂടി ഉണ്ടല്ലോ. അതിലേക്ക് രസം ഷെയ്ൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുന്നപ്പോൾ സംസാരിച്ച് പറഞ്ഞു,
ഇനി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നാലും ഇങ്ങനെ ഒരു സിനിമ പോസിബിൾ ആണെന്ന് അറിയത്തില്ല. അത് അതൊക്കെ ഒരു വൺ ടൈം വണ്ടർ പോലെ സാധനമാണ്. എല്ലാവരുടെ എഫേർട്ട്, ടൈമും ആ ടൈമില് ഉണ്ടാവുന്ന ഇൻഫ്ലുവൻസസും ഉണ്ടല്ലോ. ഒരു ആഫ്റ്റർ കുമ്പളങ്ങി മലയാള സിനിമയുടെ ഒരു മറ്റേ ടോർച്ച് ബെയർ എന്നൊക്കെ പറയുന്ന പോലെ ഈ കുമ്പളങ്ങിയാണല്ലോ മറ്റ് ഭാഷക്കാര് പ്ലേസ് ചെയ്യുന്ന സിനിമ. അത് ശരിക്കും പേഴ്സണൽ മൊമെന്റ് അല്ലേ? എനിക്ക് കുമ്പളങ്ങി ആസ് എ ഹോൾ പ്രോജക്റ്റ് ഒരു പേഴ്സണൽ മൊമെന്റ് ആണ്. അത് ഞാൻ എപ്പോഴും അവാർഡ്സ് ഒന്നും അല്ല കേട്ടോ, എനിക്ക് അത് അങ്ങനെ ഒരു പടത്തില് പാർട്ടാവാൻ പറ്റിയത് ഞാൻ ഭയങ്കര അഹങ്കരിക്കുന്നു. പ്രൗഡാന്നല്ല, അഹങ്കാരമുണ്ട് എനിക്ക് അതിന് കുറച്ച്. കാരണം വേറെ ആർക്കും കിട്ടില്ലല്ലോ, എനിക്ക് തന്നെ കിട്ടിയത്. അപ്പം അത് അവിടെ കിടക്കുന്നോളും കാലങ്ങളോളം. ആ പ്രോജക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കും. അത് എപ്പോഴും റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ്. എനിക്ക് എപ്പോഴും പുതിയ തല വെച്ച് കാണാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. പലതും ഇപ്പം വേണ്ടാന്ന് തോന്നുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത് കാണുമ്പോ ഒരു രസമുണ്ട് എപ്പോഴും. ഞാൻ വെച്ച സ്കോർ ചെയ്ത ഏരിയകള് ചിലത് കാണുമ്പോ ചില കോമഡി ഒക്കെ ചെയ്യാൻ നോക്കുമ്പം സൈലൻസ് മതിയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു ടൈപ്പ് തോട്ട് വരാറുണ്ട്. പക്ഷെ ബാലനിൽ അത് മാക്സിമം പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കുറച്ചും കൂടെ തോട്ട്ഫുൾ ആയിട്ടാണ് സ്കോർ ചെയ്തത്. അത്രയും സ്കോർ വെച്ചിട്ട് എനിക്കൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നുള്ള സ്പേസസ് മാത്രമേ ഞാൻ ക്യൂ പിടിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ക്യൂ ഇല്ല. സൈലൻസ് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. ഫസ്റ്റ് പടം ആ ജയിൽ സ്പേസ് ഒക്കെ 3 ക്യൂ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് അമ്മ മോനും പുറത്തോട്ട് ഇറങ്ങുന്നത്, പിന്നെ ചായക്കടവർക്ക് പണി കിട്ടുമ്പോ ചായക്കടയിൽ നിന്ന് ഇറങ്ങുമ്പോ ഫസ്റ്റ് റീല് കഴിഞ്ഞു. അപ്പം പാട്ടും വന്ന് പിന്നെ അങ്ങനെ കുറച്ചൊന്ന് ആവശ്യത്തിനുള്ള സ്കോർ, ആവശ്യത്തിന് സൈലൻസ് വേണം തോന്നിയ പടമാണ്. കാരണം ക്ലൈമാക്സ് ആണെങ്കിലും അവന്റെ ഓട്ടം കഴിഞ്ഞിട്ട് അവൻ കുറച്ചു നേരം വന്ന് ബ്രീത്ത് ചെയ്യുന്നതും ആൾക്കാർക്കുള്ള ഒരു ബ്രീത്തും കൂടിയാണ്. ആൾക്കാരും ഒന്ന് സെറ്റിൽ ആയിട്ട് വേണം അടുത്ത ഇവന്റ് കാണിക്കാൻ. പിന്നെ പടം തീർന്നു. പിന്നെ അങ്ങനെയാണ് സൂക്ഷിച്ച് സ്കോർ ചെയ്ത ഒരു പടം ഇത്. ഈ പറഞ്ഞ ഇത് റീല് കണ്ടത് കമ്പോസ് സമയത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ പെർഫോമൻസുകളാണല്ലോ വിറ്റ്നസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഫർസാനയുടെ ആണെങ്കിലും സിനാന്റെ ആണെങ്കിലും അതിശേഷന്റെ ആണെങ്കിലും അമ്മ എല്ലാ തരത്തിലും ഗംഭീര പെർഫോമൻസുകൾ വിറ്റ്നസ് ചെയ്യുന്നു. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഈ സമയങ്ങളിൽ ഇത് കാണുന്ന സമയത്ത് പടത്തിന്റെ റിസൾട്ട് അങ്ങനെയൊക്കെ ജഡ്ജ് ചെയ്യാറുണ്ടോ? ഇത് ഈ പെർഫോമൻസ് അടിപൊളിയാണ്, ഇത് തിയേറ്ററിൽ അടിക്കും, അല്ലെങ്കിൽ ആളുകൾക്ക് ആ ജഡ്ജ്മെന്റ് ഒരിക്കലും അങ്ങനെ ശരിയായിട്ട് വരാറൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞ മഞ്ഞുമലിന്റെ തലേന്ന് വരെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ ഇത് കയ്യിൽ നിന്ന് പോകുന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ പടത്തിനുണ്ടായ ഒരു, കാരണം ജഡ്ജ്മെന്റ് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഡെയിലി ഉറക്കം ഇല്ലാണ്ടാണ് രാത്രി 2 തലേന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ആകുമ്പോൾ ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ് കേട്ടതെന്ന്. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് ആകുമ്പോൾ ചെവി സാച്ചുറേറ്റഡ് ആയി. ഇപ്പൊ ഒരു പോയിന്റ് ആകുമ്പോൾ ചെറിയ നെഞ്ചിടിപ്പ് കൂടും. ഇത് ഇത് നാളെ ഇറങ്ങേണ്ട പടമല്ലേ, ഇതിപ്പോ നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള. അപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് ചില സാധനങ്ങൾ മാറ്റും. കൺമണിയുടെ കുറെ സാധനം അന്ന് ഇത്രയും നമ്മൾ സ്കോർ മറ്റും ബുഡാപെസ്റ്റും പരിപാടിയൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് പെട്ടെന്ന് കൺമണിയിലോട്ട് വരുമ്പം ഇത് പഴയ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റീരിയോ ഉണ്ടെന്ന് തോന്നുന്നു. മോണോണോ സ്റ്റീരിയോ എന്ന് അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് പോവാ, കാരണം നമുക്ക് അവിടെ പ്ലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം അതിന്റെ ആ ഒരു ഇത് പോയോ, ആ മൊത്തത്തിലുള്ള ആ ബിഗ്നെസ് കുറഞ്ഞു പോയോ, അപ്പം ഇത് ഡ്രോപ്പ് ആവോ പടത്തില് മൊത്തത്തിൽ എന്നൊക്കെയുള്ള കുറെ ടെൻഷൻ ഉണ്ടായി. അതിന്റെ മുകളിൽ സ്കോർ ചെയ്ത് അതിന്റെ മുകളിൽ ആ കിക്കും ഡ്രംസ് ഒക്കെ ഒന്നും കൂടെ കുറച്ചൊന്ന് അറച്ചിടാൻ വേണ്ടിട്ട് കുറച്ച് പോയി ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയാണ് അത് ലാസ്റ്റ് മിനിറ്റ് ചെയ്തത്. അപ്പൊ ജഡ്ജ്മെന്റ് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ സത്യം പറഞ്ഞാൽ പോവാറുണ്ട്, ഇത് വർക്ക് ആവോ ഇല്ലയോ എന്നുള്ളത്. ചില വർക്ക് ആവാതിരുന്ന പടങ്ങൾ നമ്മൾ തലേന്ന് വിചാരിക്കും ഇത് വർക്ക് ആവും. കാരണം നമ്മൾ ഇമോഷണലി ഓൾറെഡി ഇതിൽ അറ്റാച്ച്ഡ് ആയി. എത്ര മോശം പടമാണെങ്കിലും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് എത്തുമ്പോൾ ചിലപ്പം ഇത് നമ്മുടെ സ്വന്തം പടമായിട്ട് നമ്മളത് അതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കുന്നില്ല. ഇതെങ്ങനെയെങ്കിലും വർക്ക് ആവണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ വിചാരിക്കും ഇത് അടിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോ ചിലപ്പോ വർക്കാവില്ല. അപ്പൊ അപ്സെറ്റ് ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോ അടുത്ത പരിപാടി വർക്കാവും, ഓക്കെ ആവും. ഇതൊരു ജേർണിയാ. ഈ മാക്സിമം ട്രൈ ചെയ്ത് അതിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ കപ്പേളയിലെ പാട്ടിനടിക്കണ മറ്റേ വിസിലിംഗ് ഉണ്ടല്ലോ, അത് ഈ നമ്മൾ നേരത്തെ ഹുക്ക് ലൈൻ പറഞ്ഞ പോലെ അത് ആ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ഈ സ്കെച്ച് വീഡിയോസ് ഒക്കെ വരും ഇൻസ്റ്റാഗ്രാമിൽ, കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ. അതിലെല്ലാം ഈ ഇത് ബാക്ക് ഡ്രോപ്പിൽ വരുന്നുണ്ട്. റൊമാൻറ്റിക് ട്രാക്കിലായിരിക്കാം, ഒരു ഫീൽ ഗുഡ് മൊമെന്റിലെല്ലാം ഈ വിസിലിംഗ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് എന്തായിരുന്നു?
ഞാനത് ആക്ച്വലി റോസാപ്പൂവിന് വേണ്ടി ചെയ്ത പാട്ട്. അതിന് ആ പടത്തിൽ അത് വർക്കായില്ല. റോസാപ്പൂ ബേസിക്കലി റോസാപ്പൂ മാല തരാമിന് പകരം ചെയ്ത ട്രാക്കായിരുന്നു ആ സാധനം. ഓൾമോസ്റ്റ് അതിന്റെ സിമിലാരിറ്റി ഉണ്ടാവും അതിന്റെ രണ്ട് സോങ്ങിനും. അപ്പം അത് പിന്നെ ഞാൻ അതങ്ങനെ വിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കപ്പേള വന്നപ്പോ ഇങ്ങനെ ഞാൻ ഒരുപാട് അങ്ങനെ ലൈബ്രറി കയറി തപ്പുന്ന ആളല്ല. കാരണം ഞാൻ ഒന്ന് ലൈബ്രറി എന്റെ അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ കുമ്പളങ്ങി കഴിഞ്ഞപ്പോഴും കുമ്പളങ്ങിയുടെ ഫുൾ ലൈബ്രറി എന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് സ്കോർ പോലെ ഇറക്കാൻ പറ്റില്ല. ഇനിയിപ്പോ പോയി തപ്പണേ ഏതെങ്കിലും ഹാർഡ് ഡിസ്കിലൊക്കെ ഉണ്ടോന്ന് നോക്കണം. കാരണം സ്പേസ് ഇല്ലാത്തോണ്ട് വെറുതെ. അപ്പൊ എന്റെ അടുത്ത് എല്ലാവരും പറയും അങ്ങനെ ചെയ്യരുത്, ആർക്കൈവ് ചെയ്ത് വെക്കണം, ഇതൊക്കെ ലേറ്റർ ആവശ്യം വരും എന്നൊക്കെ ഇല്ല. സാധനം പോയി. ഇപ്പൊ പേട്രിയോട്ടാണെങ്കിൽ ഞാൻ ചിലപ്പോ ഇപ്പം എല്ലാം എന്റെ എഞ്ചിനീയർ എബിൻ ഉണ്ടല്ലോ, എബിനിലോട്ട് ഫയല് പോയാ എന്റെ ഡിലീറ്റ് ആകും. കാരണം എബിന്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങനെ കളയും. അതുകൊണ്ട് അങ്ങനെ വെക്കാറില്ല. അങ്ങനെ പക്ഷെ ഉണ്ടായ ഒരു ട്രാക്കായിരുന്നു ഈ റോസാപ്പൂൽ അന്ന് റിജക്ട് ആയ ട്രാക്ക്. ചുമ്മാ കപ്പലില് ആ ഫസ്റ്റ് പീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി പടത്തിന് വേണ്ടി ഉണ്ടാക്കി. അതിന്റെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ കപ്പലയുടെ സ്വഭാവമുള്ള ട്രാക്കാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹുക്ക് ഉണ്ടായിരുന്നു ആ പാട്ടിന്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെച്ച് നോക്കാം, കാരണം ഇവരുടെ ക്യാരക്ടറായിട്ട് അത് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ആ പാട്ട് ആക്ച്വലി വർക്കായിരുന്നു, നന്നായി വർക്കായല്ലോ അത്. ആ സമയത്ത് ഈ കോവിഡോട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകൾ റീൽ കൾച്ചർ പ്രോഗ്രസ് ആവുന്നതനുസരിച്ചിട്ട് റോസാപ്പും ഭയങ്കര ലേറ്റ് ഹിറ്റ് ആയ പാട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇറങ്ങിയ സമയത്തേക്കാളും പിന്നീട് ഇറങ്ങിയ സമയത്ത് പക്ഷെ എനിക്ക് റോസാപ്പൂ അല്ലേ ഭയങ്കര ട്രെൻഡിങ് ആയാലേ ഈ കൊച്ചിയിലൊരു കപ്പല് വന്ന് അത് ഭയങ്കര രസമുള്ള പാട്ടാണ്. അതിന്റെ സ്റ്റോറി എന്താ ശരിക്ക്? അത് ഇങ്ങനെ എനിക്കൊന്ന് സന്തോഷമായിട്ടായിരുന്നു അതിന്റെ ലിറിക്സ് എഴുതിയത്. അപ്പൊ പുള്ളി ആയിട്ട് ഇങ്ങനെ ഒരു ജാമിങ് സെഷൻ പോലെ പിടിച്ച സാധനമാണ്. അങ്ങനെ അതിന് ഈ പറഞ്ഞാല് കിസബാദിയിലൊക്കെ പോലെ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്, മറ്റേ കൈമുട്ടി പാടുന്ന ഒരു ടൈപ്പ് ഒരു ഐഡിയ ഉണ്ട്. അപ്പം അതിങ്ങനെ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ മുന്നേനെ കൊണ്ട് പാടിപ്പിച്ചു നോക്കിയപ്പം അതിന്റെ ഒരു മൊത്തത്തിലൊരു വേറെ സ്വഭാവം വന്നു. അതും എനിക്കൊന്ന് ആ ടൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാട്ടിന്റെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ അതിന്റെ മുകളിൽ വെച്ച് ചെയ്ത് നോക്കിയപ്പോ കായലിനരികേക്ക് ശേഷം കൊച്ചി ബേസ്ഡ് ആളുകൾ കൂടുതൽ റീൽ ചെയ്യുന്നത്. അതിന്റെ കുറെ പല ലിറിക്കൽ വീഡിയോസ് പോലെ വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ പാട്ട് നല്ലൊരു ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട പാട്ടായി തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ ടൈമിൽ വലിയ ഓർമ്മയില്ല എന്തൊക്കെയായിരുന്നു ആ ടൈമിൽ തോന്നിയത്. ചെയ്തു. അതിൽ പക്ഷെ വേറൊരു പടിഞ്ഞാട്ടോടിയ കടൽ വേറൊരു കുറച്ച് ആക്ച്വലി ട്രാക്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. പടം ഒട്ടും വെക്കായില്ലെങ്കിലും ട്രാക്സ് കുറച്ച് ഞാന് അപ്പം അങ്ങനെ ആലോചിക്കുന്നില്ലല്ലോ. നമ്മള് മാക്സിമം നമുക്ക് നല്ല പരിപാടികൾ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് കുറെ ട്രാക്സ് ചെയ്തത്. അതിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത പാട്ട് മുട്ടപ്പാട്ടാണ്. എനിക്ക് എന്റെ വേഴ്സ്റ്റ് കമ്പോസിഷൻ ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടാക്കുന്നില്ല വെറുതെ. അങ്ങനെ ഉണ്ട്. പക്ഷെ നല്ല ട്രാക്സും ഉണ്ട് എൻ്റെ അകത്ത്. എനിക്ക് വേറെ ഈ പാട്രിയറ്റിൽ ഭയങ്കര രസമായി തോന്നിയത് റീയൂണിയൻ സംഭവിക്കുന്നുണ്ടല്ലോ. മലയാളത്തിൽ ഇപ്പിത്തം സ്റ്റാർസ് എന്നൊക്കെ പറയുന്ന പോലെ മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്. ഇവരെ സ്കോർ ചെയ്യുന്ന മൊമെന്റ് ചോദിച്ചാൽ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ SP വെങ്കടേഷ് എത്രയോ തവണ സ്കോർ ചെയ്ത പല പടങ്ങളിൽ പലതരത്തിൽ സ്റ്റാറുകളെ നമ്മൾ കണ്ടുവരുന്ന പറയുള്ളൂ. BGM മാസ്റ്റർ എന്ന് പറയുന്ന പോലെ SP വെങ്കടേഷ് എപ്പോഴും മെൻഷൻ ചെയ്യാറ്. അതുപോലെ സുഷിൻ വൺസ് ഇവർ ഒരുമിച്ച് സ്ക്രീനിൽ കിട്ടുന്നു. അവർക്ക് വേണ്ടി അവിടെ ഒരു സൗണ്ട് മൊമെന്റ് ഉണ്ടാക്കണം, ഹൈ ലോ, ഇവര് മറ്റേ ഇൻഫീരിയർ ആവുന്നത്, അവൻ സുപ്പീരിയർ ആവുന്നത്, ഇതൊക്കെ ചെയ്യണം. എന്താ ശരിക്ക് ഈ പറഞ്ഞ ഡാനിയലും ഈ കേണലും ഇവരെല്ലാം കൂടെ ഒരുമിച്ചുള്ള പരിപാടി. ഒരുമിച്ച് വരുന്ന സീൻ ആക്ച്വലി ഇവര് ആ കൈ കേറുന്ന ഒരു സ്പേസ് ആണ്. പിന്നെ ഫൈറ്റുകളാണ്. അതിന് വേണ്ടിട്ട് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഓക്വേർഡാണ്. അതായത് അതൊരു ഇപ്പം ലാലേട്ടൻ മമ്മൂക്ക ഒരുമിക്കുന്നു എന്ന് പറയുന്നൊരു സീൻ നമ്മള് അത് ഭയങ്കര സെറ്റ് പീസ് ആയി മാറും. ഞാൻ ഒരുപാട് ഓവറാക്കിയ മറ്റേ അവിടെ ഭയങ്കരമായിട്ട് ചെണ്ട വായിച്ച ചിലപ്പം അതൊരു ഫാൻ മൊമെന്റിന് വേണ്ടി ചെയ്തെന്ന് ഭയങ്കരമായിട്ട് പോകുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ അത് ഒരുപാട് ഫോക്കസ് ചെയ്തിട്ടില്ല അങ്ങനെ. കാരണം ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട് കൈ പിടിക്കുന്നത്, പക്ഷെ അത് ആ ഒരു ക്യാരക്ടർ സാധനം. അതിന്റെ മുമ്പ് ഞാൻ അതിനെ കുറച്ചും കൂടെ ഇമോഷൻ സ്പേസിലാണ് ഞാൻ അത് പിടിക്കാൻ നോക്കിയത്. അത് അവരാദ്യമായിട്ട് മോസ്കോ മറ്റേ ഇത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം ഒരു ഇവര് ഒന്നിച്ചാൽ എന്താ സംഭവിക്കാന്നൊക്കെ ഉള്ള ഫാദിന്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം അപ്പൊ ഒരു ഫീൽ ഗുഡാ പിടിക്കാൻ നോക്കിയത്, മറ്റേ മാസ് പിടിക്കുന്നതിനേക്കാളും. എന്റെ ടേക്ക് അതാ, എനിക്ക് അങ്ങനെ ചെയ്താൽ മതി. ഒരു ഹമ്മിങ് ഒരു പേട്രിയോട്ടിസം എന്നുള്ള ഒരു സ്പേസിൽ. കാരണം എല്ലാവർക്കും
ഇൻഡിപെൻഡന്റ് ആയിട്ട് തീമൊന്നും ചെയ്യാൻ പോയില്ല. ഞാൻ അത് എല്ലാവരും ഒരു ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. അപ്പം ഒരു തീം എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. വേറെ വേറെ വേരിയേഷൻ ഉണ്ട്. അപ്പൊ അതിപ്പം രേവതി ചേച്ചിക്കാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ആ ഒരു ഹമ്മ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അതാണ് അതിന്റെ ഒരു ഐഡിയ. മഞ്ഞുമലിന് ശേഷം നിങ്ങൾ ബാലനിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും ഓൾറെഡി നിങ്ങൾ അസോസിയേറ്റ് ചെയ്തവരാണ്. അതിൽ പറഞ്ഞ കംഫർട്ട് ഉണ്ട്. അവിടെ കുറച്ചും കൂടെ ഈ ക്രിയേറ്റീവ് സ്പേസിന്റെ വലിപ്പം കൂടുന്നുണ്ടോ? അവിടെ ഈ പറഞ്ഞ ഇന്ററാക്ഷൻസ്, ഡിസ്കഷൻസ്, അടികൂടാനുള്ള സ്പേസ്, ഇതിലെല്ലാം ഉള്ള ഒരു മറ്റേ ഡെമോക്രസിയുടെ വ്യാപ്തി വലുതാണോ? അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ശരിക്കും ഈ പ്രോസസ്സിൽ? അത്ര കെയോട്ടിക് ഒന്നല്ല എന്റെ പ്രോസസ്സും. ഇപ്പൊ ചിതു വന്നിരിക്കുകയാണെങ്കിലും ചിതു വരും. ചിതു ഇപ്പൊ വൈകുന്നേരം ഇരിക്കുന്നതിന്റെ മുമ്പ് ഞാൻ രാവിലെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോ ആ റീലിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നു. വരും, ഇവനൊരു റീല് കാണും, അവന് ഓക്കെ എന്ന് പറഞ്ഞാൽ പോകും. കഴിഞ്ഞ അവന്റെ പ്രോസസ്സ്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ചിലപ്പോ താഴെ പോയി കുറച്ചേരം ഇരിക്കുമ്പോഴേക്കും നമുക്ക് അവിടെ മറ്റേ കുറച്ചും കൂടെ ഇമോഷണൽ ആക്കിയാൽ. ചിതു എന്റെ അടുത്ത് എനിക്ക് മഞ്ഞുമല്ലാകെ ഒരു പോയിന്റിലായിരുന്നു എനിക്ക് ഒറ്റ കറക്ഷനും പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ. അത് ഏത് പോയിന്റാന്ന് വെച്ചാ അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ചെയ്തത് ഭയങ്കര ഹൈ ആയി തോന്നിയ പോയിന്റ്. ഒന്ന്, സൗബിൻ ബാസിനെ പിടിച്ചിട്ട് മുകളിലേക്ക് പോകുന്നൊരു ഷോട്ട് ഉണ്ട്. അപ്പൊ ഇവര് പിടിച്ച് അതെല്ലാരും കയറി പിടിക്കുന്നു, ഇവര് തുടങ്ങുന്നു പിടിക്കാൻ. അപ്പൊ അവിടെ നിന്നുള്ള ഒരു പോയിന്റും ഈ ക്യാമറ ഭയങ്കര വൈഡിലോട്ട് വരും. ഇവർ എത്ര താഴെയാണ് ഉള്ളതെന്നും ഇതിന്റെ മൊത്തം വാസ്റ്റ് ഒരു പരിപാടി കാണിക്കുന്നത്. അപ്പം അവിടെ എന്തൊരു ബ്രദർ സാധനം ഉണ്ട്, ഒരു തീമുണ്ട് അവിടെ. അപ്പം ബ്രദർഹുഡോ അങ്ങനെ എന്തായിരുന്നു ആ തീമിന്റെ പേര്. അപ്പൊ അതിങ്ങനെ ഫുൾ കോയറും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ ഞാൻ കുറച്ചും കൂടെ ടെൻഷൻ ആയിരുന്നു ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ ചെയ്തു ഇപ്പൊ അന്ന് അമലേട്ടൻ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ഹീറോയിസം എന്ന് പറഞ്ഞ പോലത്തെ അതിന്റെ വേറൊരു സാധനമായിരുന്നു. ഒരു ഇമോഷണൽ ആയിരിക്കണം, പക്ഷെ അതിന് ഭയങ്കര ഹൈ വേണം. അതാണ് ആകെ അതിൻ്റെ അകത്ത് പറഞ്ഞൊരു കറക്ഷൻ എനിക്ക് ഓർമ്മയുള്ളത്. അതേപോലെ ഇതിന്റെ അകത്ത് ഇതിന് പ്രത്യേകിച്ച് കറക്ഷൻ ഒന്നും പറഞ്ഞു ബാലനിൽ അങ്ങനെ ചെയ്തു അങ്ങനെ ഒരുപാട് കൈവച്ചതായിട്ട് ഇല്ല. എനിക്കൊന്നും ഇതിലും ഇതേപോലെ ജീനുമായിട്ടുള്ള ഒരു ലാസ്റ്റത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ ടോവിയുടെ സ്പേസിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവനെ വല്ലാണ്ട് ഇല്ലാണ്ടാക്കി കളിയില്ല. ഞാൻ നിന്റെ കൈയും കാലും ഒടിച്ചിട്ട് തരട്ടെ എന്നൊക്കെ പറയുമ്പോ ഇവൻ ഇല്ലാണ്ടാവുന്ന ഒരു സാധനം. പിന്നെ ഇവന്റെ ഒരു സാധനമുണ്ട് അകത്തോട്ട് വന്നിട്ട് ഫുൾ കലിപ്പാവുന്നത്, ഒരു ഇമോഷണൽ സാധനമുണ്ട്. അവിടെ മാത്രമാണ് ചെയ്തു നമുക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ ഇമോഷൻസ് കയറ്റാം എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞത്. അപ്പം ഇത് കൂടുതൽ ഇമോഷണലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് അതിന്റെ വാസ്റ്റോ അല്ലെങ്കിൽ സൗണ്ടിലല്ല. അവനെങ്ങനെ അത് കാണികൾക്കും അത്ര അതാണ് അതിന്റെ ബേസിക്. ഇമോട്ട് ചെയ്യുന്നുണ്ടോ ഈ സാധനം? അല്ലാണ്ട് മറ്റേ ടൈക്കോ ഉപയോഗിക്കണം, അല്ലാണ്ട് ഗിറ്റാർസ് അവിടെ കേട്ടണം, അങ്ങനത്തെ ഒരു ഐഡിയ അല്ല. മിന്നൽ മുരളിയിലെ തീമിന്നൽ അത് സ്റ്റിൽ ഈ നമ്മൾ നേരത്തെ ഈ കുട്ടികൾക്ക് പാടാൻ പറ്റുന്ന പറഞ്ഞ പോലെ തന്നെ ഈ മഞ്ചാടിക്കാട്ടുകളിൽ ഇതെല്ലാം ലിറിക്കലി പിക്ക് ചെയ്ത് പറയാനും പാടാനും പറ്റുന്ന എളുപ്പത്തിലുള്ള എന്നാൽ പമ്പിങ് ആയിട്ടുള്ള പാട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതും ഇപ്പോഴും ഈ പറഞ്ഞ പല ഫാൻ കട്ടുകളിലും ഇപ്പോ മെസ്സി ഗോൾ അടിക്കുന്ന വീഡിയോയിലും നെയ്മർ ഗോൾ അടിച്ചാലും ഇതേ പാട്ടിൽ തന്നെ മറ്റേ സൂപ്പർ ഹീറോയിലെ വേഷം പോലെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് അതിന്റെ ലിറിക് പോർഷൻ വന്നപ്പോ തന്നെ സാറ്റിസ്ഫാക്ഷൻ. കാരണം ഞാനത് കാണുമ്പോൾ താനന്ന തരന്ന എന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഞാൻ പിന്നെ ആ സീൻ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ആ ഫൈറ്റ് സീക്വൻസിൽ എന്തോ ആണ് ഞാൻ സ്കൂളിലെ ഫൈറ്റിലാണ്, ഫൈറ്റിന് വേണ്ടി ചെയ്തൊരു സ്കോറാണ് അത്. ആക്ച്വലി അതൊരു പാട്ട് ഐഡിയ എന്നുള്ളത് ബേസിൽ അവിടെ എന്തോ എനിക്കൊന്നും മറ്റേ പഴയ ഫ്രോഗിന്റെ മ്യൂസിക് ഇല്ലേ, മറ്റേ അങ്ങനത്തെ എന്തോ ഒരു സാധനമായിരുന്നു അവിടെ മ്യൂസിക് ആയിട്ട് വെച്ചത്, അതായിരുന്നു തോന്നുന്നു. അപ്പൊ അത് വെച്ചിട്ട് അപ്പം അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു ഐഡിയ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഫങ്ക് ബീറ്റ്, മറ്റേ ബില്ലി ജീനൊക്കെ പോലത്തെ ഒരു ബീറ്റും, പിന്നെ അതിന്റെ മുകളില് ഒരു ലിറിക്കൽ സാധനം, ഒരു റാപ്പും അല്ല പക്ഷെ മെലോഡിയസും അല്ല, അതിന്റെ രണ്ട് നടുക്കത്തെ ഒരു സാധനം പിടിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് പിന്നെ ഇത്തിരി മെലോഡിക് ആവും എന്ന് പറയുമ്പോഴാണ് മെലഡി വരുന്നത്. ഞാൻ ഇത് വയനാട് ഇരുന്നാ ചെയ്യുന്നത്. ഞാൻ കൊറോണ ടൈമിൽ വയനാട് നമ്മളൊരു മാസം പോയി അവിടെ കുറ്റിയടിച്ച് അവിടെ ഇരുന്ന് ചെയ്ത് ഞാൻ ബേസിൽ ചുമ്മാ അയച്ചു കൊടുത്ത്. ഈ ആ പടം മൊത്തം നമ്മള് ഇങ്ങനെയാ ചെയ്തത്. നമ്മള് ഒരുമിച്ച് സാധനം അയച്ചു കൊടുക്കും, അവ എന്നിട്ട് അത് വർക്കായി ഇഷ്ടപ്പെട്ട് നേരം മഞ്ജിത്തിന് അയച്ചു കൊടുക്കും. പുള്ളി അതൊരു സാധനം പുള്ളിക്ക് കൊടുത്ത സാധനം ഈ ബാലരമ റെഫറൻസ് ആയിരുന്നു, പുള്ളി അത് തിരിച്ചയച്ചു.
അതും ബേസിൽ അത് പാടിയാതൊന്ന് ഹിറ്റ് ആക്കിയത്. അത് മറ്റേ എല്ലാ സ്റ്റേജിലൊക്കെ സ്റ്റേജിലും ബേസിന് അത് പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ചിലപ്പോ ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അതിങ്ങനെ വേറൊരു സിംഗറെ വെച്ച് പാടിപ്പിച്ചു. അങ്ങനെ അത് സെറ്റായി. ആദ്യം ഞാനായിരുന്നു പാടിയത്. പിന്നെ ഞാൻ എന്റെ ഒരു ലെയറും കൂടെ വെച്ചിട്ട് മറ്റേ പുള്ളിനെ കൊണ്ട് പാടിപ്പിച്ചു, ഒരു റാപ്പറിനെ. അങ്ങനെ സുഷിൻ കുറച്ചും കൂടെ മ്യൂസിക് ചെയ്യുന്നതിനൊപ്പം തന്നെ ലിറിക്സിലെ ക്ലാരിറ്റി ഡിമാൻഡ് ചെയ്യുന്ന മ്യൂസിഷ്യനെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇമോട്ട് ചെയ്യണം, ടച്ച് ചെയ്യണം, അതിന് ഞാൻ ചെയ്യുന്ന മ്യൂസിക്കിന്റെ അത്ര അല്ലെങ്കിൽ അതിന് മുകളിലോ ലിറിക്സും കൂടെ കൂടെ നിൽക്കണം എന്നുള്ളത്. ഇപ്പോൾ അൻവർക്കെ ആയിട്ടാണെങ്കിലും സന്തോഷ് വർമ്മയായിട്ടാണെങ്കിലും മനു മഞ്ജിത്ത്, വിനായക്, ഈ കോമ്പോസ് എല്ലാം വർക്കാണ്. സുഷിൻ ആക്ച്വലി ഒരു പാട്ട് കേൾക്കുന്ന സമയത്തേക്ക് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞായിരുന്നു സുഷിൻ മുതൽ എടുത്താൽ ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് ആണോ ആദ്യം ഹിറ്റ് ചെയ്യുന്നത്, ലിറിക്സ് ആണോ? ഈ ലിറിക്സിനോട് പ്രത്യേക പ്രേമമുണ്ടോ? ഇല്ല. എനിക്ക് മ്യൂസിക് തന്നെയാണ് ഹിറ്റ് ചെയ്യുന്നത്. എനിക്കിത് കുറച്ച് എനിക്കിതൊക്കെ സൗണ്ട്സ് ആയിട്ടാ തോന്നുന്നത്. എനിക്കൊരു പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് അതിൻ്റെ അകത്തുള്ള ലിറിക്കൽ ഇപ്പൊ അൻവർക്ക് എഴുതി തരുന്നതിന്റെ പകുതി സാധനത്തിന്റെ അർത്ഥം എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു മൊത്തത്തിൽ കേൾക്കാൻ സുഖമുണ്ടോ, എന്റെ ചെവിക്ക് ഭയങ്കര പ്ലീസിങ് ആണോ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ മിക്ക സാധനങ്ങളും സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മാറ്റണം എന്ന് പറയുന്ന സാധനങ്ങൾ. അപ്പം അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അത്ര ഭയങ്കര വായനാശീലമുള്ള ആളോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പുസ്തകം വായിക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ എന്റെ ആ കഴിവ് ഇത്തിരി കുറവാണ്. അതായത് ലിറിക്കൽ നോളജ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ സാഹിത്യം എന്നല്ല പറയാ, അപ്പം അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അൻവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് അറിയാം, എന്റെ വീക്ക് പോയിന്റ്സ് എന്താ മറ്റേ പോയിന്റ് എന്താന്നുള്ള അറിയാം. അപ്പൊ അൻവർക്ക് എഴുതി തരുമ്പം ഇതാണ് ബേസിക്കലി എനിക്കത് പാടുമ്പം എനിക്ക് വലിയ കല്ലുകടി ഇല്ലാതെ എനിക്ക് ആ വാക്കുകൾ പറയാൻ പറ്റുന്നുണ്ടോ. അല്ലെങ്കിൽ ഈ പാട്ടിലൊക്കെ ലാസ്റ്റ് ഉണ്ടായത് തന്നെ ഭയങ്കര കട്ടിയാവുമ്പം ചിലപ്പം വഴി അമ്പല എന്നൊക്കെ പറയുമ്പോ കട്ടിയാവുന്നുണ്ടോ. പക്ഷെ അൻവർക്കൊക്കെ ഇത് വേറെ ഏതൊക്കെയോ പാട്ടിലൊക്കെ എനിക്ക് തരണം എന്നുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്ക് ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഇതില് കിടക്കട്ടെ. കുമ്പളെങ്കിലും പുള്ളി ഇതേപോലെ ഒരു പാട്ടില് വഴി അമ്പലം എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പാട്ടേ റിജക്ട് ആയിപ്പോയി. അതിന് പകരമാണ് എഴുതാ കഥകള് വന്നത്. അപ്പൊ ആ പാട്ട് പോയപ്പം പിന്നെ ഞാൻ പുള്ളി അത് എവിടെ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. അപ്പൊ ഈ പടത്തില് പുള്ളിക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കിട്ടുക തോന്നി. അപ്പം വഴിയമ്പലം ഞാൻ ഇങ്ങനെ കണ്ടു, വേണ്ട കുഴപ്പമില്ല. പിന്നെ ഞാൻ ഭയങ്കര യൂസ്ഡ് ആയി. വഴിയമ്പലം എനിക്ക് പാടുമ്പോ ഭയങ്കര കേൾക്കാൻ രസമുള്ള, കാരണം അതിന്റെ തീമായിട്ട് ഭയങ്കരമായിട്ട് പോകുന്നതായിട്ട് തോന്നി. ലിറിക്സ് തീരമേ എടുത്തു കഴിഞ്ഞാൽ അത്രയും വേർഡ് പ്ലേ ആണ്. അതെ തീരമേ വെച്ചാൽ ഭയങ്കര ഫണ്ണായിരുന്നു വർക്ക് ചെയ്യാൻ. കൊറേ പല ആൾക്കാർക്കും ആദ്യത്തെ ലിസണിങ്ങിൽ അത് ഭയങ്കര കട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ രസമാണ്. അതിന്റെ ഇമേജ് ഭയങ്കര രസമുള്ള, പുള്ളിയുടെ ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അത് രസമാണ് ആക്ച്വലി. അത് പടം ഇല്ലെങ്കിലും സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഒരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റോറി ടെല്ലിംഗ് വേണം. അത് ഞാൻ പാട്ട് ചെയ്യുമ്പോഴും എപ്പോഴും ആലോചിക്കുന്ന ഒരു സാധനം. അത് പടം ഇല്ലെങ്കിൽ മാറ്റി വെച്ചാൽ നമുക്കത് ആസ് എൻ ഇൻഡിവിജ്വൽ ട്രാക്ക് ആയിട്ട് അത് വേണം ചെയ്യാൻ പറ്റുന്ന പോലെ. അതാണ് അതിന്റെ ഐഡിയ. പിന്നെ പാട്ട് ലൈഫില് എല്ലായിടത്തും ഉണ്ടല്ലോ, ഒരു ടച്ച് പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കരിയറിൽ തന്നെ നിലനിൽക്കുന്നതും. സുഷിന്റെ ഒരു പ്ലേലിസ്റ്റ് എന്ന് പറയാൻ പാകത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ കറന്റ് പ്ലേലിസ്റ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, സുഷിൻ ആദ്യം കേട്ടിരുന്ന പാട്ടുകളായിരിക്കാം. അങ്ങനെ ഒരു 3-4 പാട്ട് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പാട്ടുകൾ ഏതായിരിക്കും? ഞാൻ ആദ്യം പാടിയ പാട്ട് പഞ്ചതന്ത്രം കഥയില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ഇല്ലേ എന്നിടും. ഭയങ്കര ചെറുതാട്ടോ, മറ്റേ 3ാം ക്ലാസ് ടൈം. അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ പാടിയ പാട്ട്. പിന്നെ നമ്മളെ ചന്ദ്രലേഖയിലെ താമരപ്പൂവിൽ വാഴും ഇതൊക്കെയായിരുന്നു. അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഈ മെലഡീന്റെ അടുത്തൊരു എന്തോ ഒരു സാധനമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ ബോണിയും കേൾക്കുന്നുണ്ട്. അപ്പം ആ 2 സ്പേസിന്റെ ഒരു മിക്സ് ആണ് ഓഫ് കോഴ്സ് എൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. ആ ഒരു വെസ്റ്റേൺ സ്പേസും ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് മെലോഡിക് ആയിട്ടുള്ള സാധനങ്ങളും കൊണ്ടുവരിക. പിന്നെ പപ്പ ചെയ്യുന്ന മിക്ക ഈ പഴയ ലതാ മങ്കേഷ്കർ കാസറ്റ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇപ്പം നേന ബരസെ എന്നൊക്കെ പറയുന്ന ട്രാക്ക്, കുറെ ട്രാക്ക് അങ്ങനെ ചെറുപ്പത്തിൽ ഞാൻ കുറെ കേട്ടതിന്റെ സാധനങ്ങളുണ്ട്.
പിന്നെ എന്താണ് ഇൻഫ്ലുവൻസ് യുവാവായപ്പോഴോ കോളേജ് എന്റെ പ്ലേലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ MLTR കയറി. അത് 5ാം ക്ലാസ് ആയപ്പോ മൈക്കിൾ MLTR. എന്റെ പപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയുടെ ഒരു ഇൻഡിക്ക കാർ ഉണ്ട്. ഭയങ്കര പുള്ളി ഒരു ഡോക്ടറാണ്. റോണി ഡോക്ടറാണ്. പുള്ളിയുടെ കാറ് ഫുള്ള് ലൈറ്റ്സും മറ്റേ ഭയങ്കര ഡെക്കറേഷനും പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പൊ എനിക്ക് പണ്ടേ ഡ്രൈവിങ്ങിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ ഞാൻ പുള്ളിയുടെ കാറിൽ എപ്പോഴും കയറിയിരിക്കും. പുള്ളിയുടെ ഈ MLTR ഒരു കാസറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ കാസറ്റും കാറിലിരുന്ന് കേട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കണം. അപ്പം എനിക്ക് ഈ MLTR ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഭയങ്കര ഒരു പോപ്പ് സ്പേസിൽ ഞാൻ അപ്പോഴാണ് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ വളർന്ന് ലിങ്കിൻ പാർക്കിലോട്ട് എത്തി. ലിങ്കിൻ പാർക്ക് ഇങ്ങനെ അത് കഴിഞ്ഞാണ് പിന്നെ TDT-നെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കുറച്ച് മെറ്റൽ, ചിൽഡ്രൻ ഓഫ് ബോർഡം, ഡ്രീം തിയേറ്റർ, മെറ്റാലിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്പേസ് പോയി. പിന്നെ ഒപ്പത്ത് വരുന്നു. അങ്ങനെ പിന്നെയും എന്റെ പ്ലേലിസ്റ്റ് മാറി. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഈ കോളേജൊക്കെ എത്തുമ്പോ ഇങ്ങനെ സ്ക്രില്ലെക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ പുതിയ സൗണ്ട്, ഇപ്പൊ ഡബ് സ്റ്റെപ്പ് ഇറങ്ങുന്നു. അപ്പൊ ഞാൻ ദീപകേട്ടന്റെ അടുത്തൊക്കെ പോകുമ്പോ ഞാൻ ഇങ്ങനെ ഭയങ്കര ഡബ് സ്റ്റെപ്പും പരിപാടിയൊക്കെ ഭയങ്കര ട്രിപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഹണിബി ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് എല്ലാരും മറ്റേ ലെറ്റ്സ് ഓൾ ഡു ഡബ് സ്റ്റെപ്പ് സ്പേസിലായിരുന്നു. ദീപകേട്ടനും ഫുൾ ഓൺ ആയിരുന്നു. ജീനു ആ ടൈമിൽ ജീനും ഇങ്ങനെ നമുക്ക് ഡബ് സ്റ്റെപ്പ് പഠിക്കാന്ന്. ആ ടൈമിൽ ഞാൻ ചെന്നൈയിൽ കുറെ കാശ് ഉണ്ടാക്കിയത് ഡബ് സ്റ്റെപ്പ് വെച്ചിട്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഡബ് സ്റ്റെപ്പ് ചെയ്യുന്നില്ല. ഡബ് സ്റ്റെപ്പ് ചെയ്യോ എന്നുള്ളൊരു ടൈപ്പ് സാധനമാണ് അവിടുത്തെ. അങ്ങനെ അവിടുന്ന് പിന്നെ മാറി പിന്നെ മെലോ ആവാൻ തുടങ്ങി. പിന്നെ അത്ര ഹെവി പറ്റുന്നില്ല. സൈഡ് ട്രാൻസ് ഒക്കെ കേൾക്കുന്നുണ്ട് സൈഡിൽ കൂടെ. പക്ഷെ എനിക്ക് ഭയങ്കര ഹൈ ടെമ്പോവും പരിപാടി എനിക്ക് ഒരുപാട് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പിന്നെ മെറ്റൽ എന്നൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ചും കൂടെ സോഫ്റ്ററായി. പിന്നെ ഇങ്ങനെ ഇപ്പൊ ആ ടൈമിൽ പിന്നെ ബോണോബോ, ഓൾജെ അങ്ങനത്തെ പിന്നെ കുറച്ച് പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും കേട്ടോണ്ടിരിക്കും. കാരണം എനിക്ക് കുറച്ചും കൂടെ മെലോ അല്ലെങ്കിൽ കുറച്ച് ഓർഗാനിക് സൗണ്ട് ഇലക്ട്രോണിക്കില് കേൾക്കുന്നതും ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഭയങ്കര കിക്കായിട്ട് കേൾക്കണ്ട നല്ലൊരു ടൈപ്പ് സാധനം. അങ്ങനെ അതൊക്കെയാണ് എന്റെ ഒരു. എല്ലാവരും രാജാ റഹ്മാനൊക്കെ പറയുന്നിടത്ത് കംപ്ലീറ്റ്ലി ഇതൊന്നും അല്ല. വേറെ ഉറപ്പായിട്ടും A.R. റഹ്മാൻ എന്ന് പറയുന്ന പുള്ളി എന്റെ ചെറുപ്പത്തില് ഒരു വലിയ പാർട്ടായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ ടൈമിൽ ഇപ്പൊ ഒരു 4ാം ക്ലാസ്സിൽ ഏത് ടൈമാന്ന് അറിയില്ല, എനിക്കൊന്നും ആ ബോംബെയുടെ ട്രാക്കും പരിപാടിയൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഈ വെണ്ണിലവേ ആ ടൈമിൽ പപ്പയുടെ ഒരു കാസറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് വേറൊരു ഇമോഷൻസ് വരുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അത് ഭയങ്കര തണുപ്പുള്ളൊരു ട്രാക്ക്. പിന്നെ പുള്ളിയുടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പുള്ളിയുടെ കമ്പോസിഷൻ സ്റ്റൈലുണ്ട്. അത് എന്നെ ഭയങ്കരമായിട്ട്. സാധാരണ നമ്മളെല്ലാരും ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യാൻ നോക്കല്ലോ. ഒരു ഫസ്റ്റ് ഒരു ഇൻട്രോ പ്ലേ ചെയ്ത് അതില് ഈ ബാറിലായിരിക്കും പാട്ട് തുടങ്ങാൻ നമുക്കറിയാം. പുള്ളി അതിന്റെ മുമ്പ് എവിടെയെങ്കിലൊക്കെ തുടങ്ങും, എവിടെയെങ്കിലൊക്കെ നിർത്തും. ആ ഒരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവം എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ പാട്ടിൽ അത് ഉണ്ടോന്ന് എനിക്കറിയില്ല. എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ അറിയാതൊക്കെ വരുമായിരിക്കും. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമുക്ക് ചില പാട്ടുകൾ പാടുമ്പം വിചാരിക്കും അടുത്ത ട്യൂൺ ഇങ്ങനെ ആയിരിക്കും എന്ന് ഗസ് ചെയ്യാൻ നോക്കാറുണ്ട്. അടുത്തത് ഇങ്ങനെ പോകും. അപ്പൊ അത് പോയില്ലെങ്കിൽ ഭയങ്കര. പക്ഷെ ഇപ്പോഴൊക്കെ അതിന്റെ പോയാൽ മതി, ഹിറ്റാവട്ടെ. പക്ഷെ ആ തോട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. മാക്സിമം അത് ആലോചിക്കാൻ നോക്കാറുണ്ട്. ആ ട്യൂൺ ആവാതിരിക്കട്ടെ എന്നുള്ളൊരു സാധനം. റഹ്മാൻ സാറും പിന്നെ രാജാ സാറും ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും. കാരണം അത്രയും സിംപിളറായിട്ട് മെലഡീസ് ഉണ്ടാക്കുന്ന വേറൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. പുള്ളി അധികം കോംപ്ലക്സിനെ പറ്റി ചിന്തിക്കാണ്ടേ. ഉറപ്പായിട്ടും പല ആൾക്കാരും പറയുന്ന പോലെ സോങ്സ് ആൾക്കാർക്ക് സിമ്പിളായിട്ട്. രാജയുടെ പാട്ടുകളിൽ സിംപ്ലിസിറ്റി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പാടാലോ. അതെ, തമിഴാണെന്നും പ്രശ്നം. അതെ. അതുകൊണ്ടായിരിക്കും പുള്ളി ഇത്ര കാലം ഇതില് നിന്നത്. കാരണം അത്രയും സിമ്പിൾ. ഞാൻ പുള്ളിയുടെ ചില എക്സ്പെരിമെന്റൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. 3 നോട്ടിൽ പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പാട്ട് പാടും. അത് കണ്ടപ്പോ കിളി പോയി. ആ 3 നോട്ട്സ് വെച്ചിട്ട് എങ്ങനെയാ അതിന്റെ കോൺഫിഡൻസ് വേറൊരു സംഭവം. പിന്നെ ഇപ്പൊ ഇടയ്ക്ക് ചില കോമ്പോസിഷൻസ് ഇപ്പോഴും കേൾക്കുമ്പം അത് ലെജൻഡ് ആണ് എന്നുള്ള ഒരു സാധനത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കരിയറിന്റെ ഈ ലോങ് ജേർണിയില് പല മേക്കേഴ്സിനൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് ഓഫ് ടെക്നീഷ്യൻസും വർക്ക് ചെയ്യുന്നുണ്ട്.
അവിടുന്ന് ഈ ജേണിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും സുഷ് റെക്കോർഡ്സ് വരുന്നുണ്ട്. ഈ പറഞ്ഞ ഇത് പേടല്ല. പേടല്ല പേടല്ല ഈ പറഞ്ഞ കുറെ എക്സ്പീരിയൻസുകൾ അതിന് അച്ചീവ് ചെയ്തെടുക്കുന്ന പല കാര്യങ്ങൾ, അതിന് റിസൾട്ട് പോലെ സ്വന്തം സ്വന്തം ബ്രാൻഡ്, അത് ഈ പറഞ്ഞ മ്യൂസിക്കിന് വേണ്ടി കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ സ്വന്തം ലേബൽ സുഷ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട്, എന്താ അതൊരു പേഴ്സണൽ അച്ചീവ്മെന്റ് ആണോ? ഭയങ്കര ഹാപ്പി ആയിരിക്കുന്ന ആണ്. സീനാണോ? ഒരു എക്സൈറ്റ്മെന്റ് തന്നൊരു സാധനമായിരുന്നു ഇപ്പൊ അടുത്ത്. അതായത് എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങണം എന്നുള്ളൊരു സാധനം. അതില് വലിയൊരു കാശുണ്ടാക്കൽ പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ സ്വന്തം പരിപാടി. എന്റെ കയ്യില് കുറച്ച് സാധനങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്മുടെ കയ്യിൽ നിന്ന് ചില പാട്ടുകള് പോകുമ്പം ഉണ്ടാവുന്ന വിഷമം മാറ്റാൻ ആക്ച്വലി ചില പാട്ടുകൾ ഞാൻ എന്റെ കയ്യിൽ തന്നെ വെച്ചോട്ടെ എന്ന് പ്രൊഡ്യൂസറുടെ അടുത്ത് ചോദിക്കുമ്പോൾ ചിലപ്പോ സുഷ് റെക്കോർഡ്സിൽ വെച്ചോ എന്ന് പറയുകയാണെങ്കിൽ, അപ്പം അതങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ചില പാട്ടുകൾ മാത്രം. ഇപ്പം പേട്രിയോട്ട് മാത്രമാണ് ഇപ്പൊ ചെയ്തത്. പക്ഷെ ഇനി വരുന്ന സ്പേസിൽ ഞാൻ ചിലപ്പം അങ്ങനെ ആയിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ലേറ്റർ ഓൺ ചിലപ്പം പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാം. അതൊന്നും ഞാൻ അതിന് സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പം പതുക്കെ ഒന്ന് ലോഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. പതുക്കെ അതിനെ ബിൽഡ് ചെയ്യും. എപ്പോഴെങ്കിലും പണി നിർത്തുമ്പം ജീവിക്കാം. ബാക്കപ്പ് പ്ലാൻ ആയിട്ടൊരു റെക്കോർഡ് ലേബിൾ എന്നുള്ളത് ചിലപ്പം ലേറ്റർ ഓൺ പ്രൊഡക്ഷൻ ആവാം. എന്തെങ്കിലും ജസ്റ്റ് ചുമ്മാ തുടങ്ങി വെച്ചു എന്നേ ഉള്ളൂ. നല്ല പേരായി. നല്ല പേരിലോട്ട് വരാൻ ഭയങ്കര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഈ ആഷിഖ് എന്ന് പറഞ്ഞൊരു പുള്ളിയായിട്ട് പേര് പല പേരുകൾ പല ആൾക്കാരായിട്ട് സംസാരിച്ച് പലയിടത്തും പോയി. എനിക്കൊരു സാധനം ഇഷ്ടപ്പെടാൻ ഭയങ്കര പാടാണ്. ഭയങ്കര ജഡ്ജ്മെന്റ് അല്ല, അയ്യേ അത് ഇതില്ല പറഞ്ഞ പല പേരുകൾ പോയി. അങ്ങനെ ആഷിഖ് ഇങ്ങനെ ചുമ്മാ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു. അപ്പം ഉത്തരയും ആഷിഖും കൂടെ ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം? ഞാൻ പറഞ്ഞു സൈലൻസ് ആണെന്ന് പറഞ്ഞു. പേരിൽ തന്നെ ഉണ്ടത്. ഉത്തരം സുഷ്ന്നിട്ടാലോ നമുക്ക് അങ്ങനെ. അപ്പം ഞാനും നോക്കുന്നത് ഒരു സൗണ്ട് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു വാക്ക് വലിയ പരിപാടി വേണമെന്നല്ല. നമുക്ക് കേൾക്കുമ്പോ ഒരു സൗണ്ട്, അതെ ഒരു സൗണ്ട് വേണം. കാരണം നമ്മൾ ഈ പേര് കാണിക്കുമ്പോൾ ഒരു സൗണ്ട് ഇരിക്കണം അതിന്. അപ്പൊ അത് ഭയങ്കര സിംപിളറായിട്ട് കിട്ടി. അതിൻ്റെ അകത്ത് തന്നെ അത് എടുത്തു പേര്. ബാലനില് സ്റ്റാർട്ടിങ് ക്രെഡിറ്റില് വരുന്ന സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് എല്ലാവരും എന്റെ ഐഡിയ അതായിരുന്നു ആക്ച്വലി. പടം തുടങ്ങുന്നതിന് മുമ്പ് ഈ വരുമ്പോ പിന്നെ അതൊരു പടത്തിലോട്ടുള്ള ഒരു ഇന്നാന്നുള്ളൊരു ഐഡിയയിലാണ് അതങ്ങനെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുന്നത്. എപ്പോഴും കൊള്ളാം. ഇങ്ങനെയുണ്ട് എന്റെ ബുദ്ധി. അമ്മൂമ്മ മറ്റേ ബാലനിൽ പറഞ്ഞത്. ഒരു മ്യൂസിക് ഡയറക്ടർ ഭയങ്കര ട്രെൻഡ് സെറ്റർ ആവുന്നു, അയാൾ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ ഉണ്ടാക്കുന്നു. അവിടെ കറന്റ്ലി കുറച്ച് നാളായിട്ട് ഏറ്റവും വലിയ മറ്റൊരു ട്രെൻഡ് പരിപാടി എന്ന് പറയുന്നത് കൺസേർട്സ് ആണ്. അതായത് പല സ്ഥലങ്ങളിൽ പോയി കൺസേർട്സ് നടത്തുന്നു. അതിന് ഈ പറഞ്ഞ ഓഡിയൻസ് ലൈവായിട്ട് നിങ്ങളുടെ പാട്ട് കേൾക്കാൻ വരുന്നു. പല ആർട്ടിസ്റ്റുകളെ കൊണ്ട് നിങ്ങളുടെ പാട്ടുകൾ പാടിക്കുന്നു, നിങ്ങളവിടെ ലീഡ് ചെയ്യുന്നു. അനിരുദ്ധുണ്ട്, വിദ്യാജിയുടെ, പലതരത്തിൽ എല്ലാ എക്സ്ട്രീമിലുള്ള എല്ലാ കൈൻഡ് ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സും ഈ പറഞ്ഞ ഷോസ് കൺസേർട്സ് നടത്തുന്നുണ്ട്. സുഷിൻ അങ്ങനെ ഒരു ഈ പറഞ്ഞ ഒരു കൺസേർട്ട് പ്ലാൻ, വലിയൊരു ടൂറ്, അങ്ങനത്തെ ഐഡിയ ആഗ്രഹങ്ങൾ തുടങ്ങി. അതിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഈ കൊല്ലം എന്തായാലും ഒരു കൺസേർട്ട് നടത്തും. അടിപൊളി. അപ്പം പക്ഷെ എനിക്കതങ്ങനെ ഭയങ്കര ബിഗ് കോൺസേർട്ട് മറ്റേ പടക്കം പൊട്ടിക്കുന്ന പരിപാടി ചെയ്യണമെന്ന് ആഗ്രഹമില്ല. മറ്റേ സ്മോക്ക് ഇടുന്ന ടൈപ്പ് സാധനം അല്ലാതെ ഞാൻ കുറച്ചും കൂടെ ഒരു പേഴ്സണൽ സ്പേസിൽ അതെങ്ങനെ ക്യൂറേറ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. എനിക്കത് കുറച്ചും കൂടെ ഇന്റിമേറ്റ് ആയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എനിക്ക് സ്പീക്കേഴ്സിൽ കൂടെ പാട്ട് പ്ലേ ചെയ്യുന്നതിനേക്കാളും ഒരു സ്പേസിൽ ഇരുന്നിട്ട് ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പം ഇപ്പൊ ഒരു വയലിൽ നിന്ന് വരുന്ന സൗണ്ട് തന്നെ അവർക്ക് കേൾക്കാൻ പറ്റുക. അങ്ങനത്തെ ഒരു ഐഡിയയിൽ ഇതെങ്ങനെയാ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ഇന്റിമേറ്റ് സാധനം. കൂടുതൽ എന്റെ മനസ്സിൽ എപ്പോഴും ആർട്ടിസ്റ്റ് എല്ലാവരും നടുക്കാം. മറ്റേ ഇങ്ങനെ കാണുന്നതിനേക്കാളും ചുറ്റും സ്നാർക്കി പപ്പിയൊക്കെ ഷോ ചെയ്യുന്ന പോലെ എല്ലാവരും ഹെഡ്ഫോൺ ഇട്ടിട്ടാണെന്ന്. നമുക്ക് അത്ര ഹെഡ്ഫോൺ മേടിക്കാനുള്ള പൈസ ഇല്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ ഒരു ചെറിയ ഇന്റിമേറ്റ് സ്പേസിൽ ആദ്യം ഷോ ചെയ്ത് നോക്കും ഞാൻ. എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പടക്കം പൊട്ടിക്കും. ഇതാണ് എനിക്ക് ആദ്യം താല്പര്യം. കാരണം എന്റെ സോങ്സ് കൂടുതലും എനിക്ക് അടിച്ചുപൊളി പാട്ടുകൾ കുറവാ, ഒരുപാടൊന്നുമില്ല. ഇപ്പൊ രോമാഞ്ചത്തിലൊരു ബീറ്റുള്ള പരിപാടി ഉണ്ടാവും, ചിലപ്പം ഇലുമിനാറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ കുറവാ. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്യുന്നത് കുറച്ച് അങ്ങനത്തെ ഒരു സോഫ്റ്റർ സോങ്സ് ആയതുകൊണ്ട് പ്ലേലിസ്റ്റ് അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ പരിപാടി ചെയ്ത് നോക്കാം. പക്ഷെ കുറച്ച് ഒരു 6 പീസ് ബാൻഡ് അല്ലാതെ ഒരു 18 പീസ് ബാൻഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ആർട്ടിസ്റ്റ് ഉള്ള ഒരു പരിപാടി. പഴയ
കൺസെപ്റ്റ്സ് ഒക്കെ ആണ് എന്റെ വീട്ടിൽ അങ്ങനെ എനിക്ക് ആ കോൺസെപ്റ്റിന്റെ അടുത്തുള്ള ആഗ്രഹം മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ പപ്പ പണ്ട് ഈ പറഞ്ഞ പണ്ടൊരു മംഗലാപുരത്ത് ഒരു താകൂർദാസ് എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്. പുള്ളി എപ്പോഴും പപ്പ പണ്ട് കുറെ അങ്ങനത്തെ ഷോസ് എന്ന് വെച്ചാൽ ഇവരുടെ ഹിന്ദി പാട്ടുകളും ഞാൻ കേട്ട പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇവര് പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പം നമ്മുടെ തലശ്ശേരിത്തെ വീട്ടില് ഫ്രണ്ടിൽ കുറച്ച് വലിയൊരു വരാന്തയാണ്. അപ്പൊ അവിടെ ഇവരങ്ങ് സെറ്റ് ചെയ്യും മറ്റേ ട്രിപ്പിൾ ഡ്രംസ് പരിപാടിയൊക്കെ ഫ്രണ്ടിൽ ഒരു പരിപാടി നടക്കുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഈ വൈബ് ഭയങ്കര നല്ലായിരുന്നു. ആ പ്രാക്ടീസ് സെഷൻ ഭയങ്കര നല്ലായിരുന്നു. അത് കഴിഞ്ഞ് അവർ സ്റ്റേജിലോട്ട് പോകും. പക്ഷെ എനിക്ക് അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നും, ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ. അപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് എനിക്ക്. നമ്മളും കൂടെ പാർട്ടാണല്ലോ. അതെ, അത് ഭയങ്കര പേഴ്സണൽ ആണ്. അത് ഭയങ്കര ദൂരത്തുനിന്ന് കാണാനാണെങ്കിൽ ആൾക്കാർ മിക്കവാറും മാക്സിമം ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. ഞാൻ മിക്ക ഷോസിലും ഞാൻ കാണുന്ന ഒരു സാധനം അതാ. അവര് കാണുന്നതിനേക്കാളും നേരത്തെ ഫോൺ വെച്ചിട്ട് വീഡിയോ ലേറ്റർ അപ്പം കാണാന്ന്. കാരണം ഓൾറെഡി ഒരു ഷോ കണ്ടോണ്ടിരിക്കുന്നത് കണ്ണു വെച്ച് കാണാമല്ലോ. അപ്പം അതല്ലാതെ കുറച്ചും കൂടെ ക്ലോസർ ആയിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാം, കുറച്ച് കാഷ്വൽ ആയിട്ട് പിടിക്കാന്നുള്ള ഒരു ജാമിങ് സെഷൻ, അങ്ങനത്തെ ഒരു വൈബ്. അതായിരിക്കും എന്റെ ഫസ്റ്റ് ഗിഗ്. അത് കഴിഞ്ഞിട്ട് പടക്കം പാട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്കോറും ചെയ്യുന്നുണ്ടല്ലോ പല സിനിമകളില്, പല വർഷങ്ങളായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് സുഷിന്റെ ഫേവറേറ്റ് കുറച്ച് സ്കോറുകൾ എന്തായിരിക്കും എന്നുള്ളതാണ്. സ്കോറ് പെട്ടെന്ന് തലയിലോട്ട് വരുന്നത് ഗുരുയുടെ സ്കോർ. ഗുരുവിന്റെ സ്കോർ ഭയങ്കരമായിട്ട് അതെങ്ങനെ ചെയ്തു എന്നുള്ളൊരു എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല ആ ടൈമിൽ. കുറച്ചും കൂടി ചെറുപ്പത്തിലാണല്ലോ കാണുന്നത്. അപ്പൊ ആ ടൈമിൽ അത്രയും അതിൻ്റെ അകത്തുള്ള ഓർക്കസ്ട്രേഷൻ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് ഇത് ആരാ ചെയ്തതെന്ന്. അപ്പൊ അങ്ങനെ രാജാ സാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും അറിയില്ല, കാരണം ഭയങ്കര കുറച്ച് ചെറുതായതുകൊണ്ട്. അപ്പൊ അതിങ്ങനെ ഇപ്പൊ ഗുരുചരണം എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് വേറൊരു സാധനമായിരുന്നു ആ ടൈമിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഭയങ്കര അൺറിയൽ, വേറൊരു ലോകം കിട്ടിയത് എനിക്ക് ആ മ്യൂസിക് കാരണം, ആ വിഷ്വലിനെക്കാളും. പിന്നെ ദേവദൂതനിലെ ആ ഫ്ലൂട്ട് ആ ഇതിലോട്ട് എങ്ങനെയാണ് ഈ പീസ് അതിലോട്ട് കൊണ്ടുവന്നുള്ള അതെന്നെ ഭയങ്കരമായിട്ട് കിളി പോക്കിയ മൊമെന്റ് ആയിരുന്നു. പിന്നെ സ്കോറ് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ടൈറ്റാനിക്കിന്റെ OST ഞാൻ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ സിങ്കിങ്ങിന് ഒരു സ്കോറ്, അപ്പോഴാണ് ഞാൻ OST എന്നുള്ള കോൺസെപ്റ്റ് ആലോചിച്ചത്. അപ്പം അത് ഒന്നുണ്ടായിരുന്നു. ടെർമിനേറ്ററിന്റെ പുള്ളി ലാസ്റ്റ് മറ്റേ സാധനം തംസപ്പ് അടിക്കുമ്പോ എന്നെ കണ്ണുനീര് വരുത്തിയത് ആ സ്കോറായിരുന്നു. ആ സാധനം അതും അങ്ങനത്തെ കൊറേ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വേറെ ഉണ്ട്, പിന്നെ ആലോചിച്ചെടുക്കേണ്ടി വരും. ഭീഷ്മ അല്ല ബിഗ് ബിയിലെ മറ്റേ മമ്മൂക്ക അമ്മേനെ അപ്പുറത്ത് ഇരിക്കുന്ന കാണുമ്പോ അതിനകത്ത് വിട പറയുകയൊക്കെ ഒരു സ്കെയിൽ ചേഞ്ച് ചെയ്തിട്ട് വരും. അത് ഒരു സ്കോർ നടന്നുകൊണ്ടിരിക്കും, പെട്ടെന്ന് അതെന്തോ വയലിനിൽ ഒരു സാധനം വരുമ്പോ അവിടെ നിന്ന് തന്നെ ചെറുതായിട്ട് പെട്ടെന്ന് ആ സാധനം ഇന്നാക്കിണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഇമോഷൻ ഇംഗ്ലീഷ് ഓർക്കസ്ട്ര പെട്ടെന്ന് ഒരു സാധനം വന്ന് അതും പെട്ടെന്ന് അങ്ങനെ ആലോചിക്കാൻ പറഞ്ഞപ്പം ഉറുമിയില് ഇപ്പം എല്ലാ പ്രാവശ്യം ഇപ്പം അവരുടെ ഇതെഴുതുമ്പോ ആ ഫ്ലൂട്ട് പീസ് എനിക്ക് എപ്പോഴും ഭയങ്കര ഗൂസ് ബംസ് തരാറുണ്ട്. ഉറുമിയിലെ സമയത്ത് ഇല്ല, ഉറുമി കഴിഞ്ഞിട്ടാണ് ഞാൻ ദീപക്കറിന്റെ അടുത്ത് കയറി. ഉറുമിയും കൂടെ കണ്ടപ്പോ എന്റെ പൊന്നോ ദീപക്കറിന്റെ അടുത്ത് എന്നെ എടുക്കൂ. ഈ ഗുരുവിലെ സ്കോർ പറഞ്ഞപ്പോഴേ ഗുരുവിലെ വേൾഡ് ഉണ്ടല്ലോ, അകത്തെ വേൾഡ്, അവിടുത്തെ ഒരു മ്യൂസിക്കൽ പീസിന് സമയത്ത് കുറെ ഇൻസ്ട്രുമെന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും അതിന്റെ കഥ വെച്ച് കഴിഞ്ഞാൽ ആർട്ട് ഡയറക്ടർ രാജീവ് അഞ്ചല് ആർട്ട് ഡയറക്ടർ കൂടെയാണല്ലോ. ഇവരിങ്ങനെ ആ സ്പേസ് ആയതുകൊണ്ട് ഒന്നും നമ്മുടെ സിമിലർ സംഭവങ്ങൾ വേണ്ട. അപ്പൊ ഇവർ എവിടെയൊക്കെയോ ഈ സ്ക്രാപ്പ് കടകളിൽ പോയിട്ട് ഇങ്ങനത്തെ സാധാരണ കാണുന്ന രൂപത്തിലല്ലാത്ത എല്ലാ സംഭവങ്ങളും തൂക്കിയെടുത്തു. അപ്പൊ ഇതിന് ശബ്ദമൊന്നും വരില്ല, പൊട്ടിയാലും ശബ്ദമില്ല. അങ്ങനെ അത് വെച്ചിട്ടാണ് അവര് വിഷ്വൽ സെറ്റ്. അതേപോലെ തന്നെയാണ് മറ്റതിൽ അവരൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, മറ്റേ ദേവദൂതന്റെ അതൊക്കെ ഭയങ്കര ഡയറക്ടർ ഐഡിയ, ഭയങ്കര അടിപൊളിയായിട്ട്. വിഷ്വലി നമ്മൾ കാണാത്തൊരു ഇമേജും കാണുന്നുണ്ട്. അപ്പം സൗണ്ടിൽ വരുമ്പോൾ ഇതെന്തോ വേറെ തന്നെ സാധനമാന്നുള്ളൊരു കിട്ടുമല്ലോ സ്കോർ. പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ആൾക്കാർക്ക് പെട്ടെന്ന് ഭയങ്കര ഈസിയർ ഇതായിട്ട് തോന്നുന്നു ഒരു വഴി
ടു ദ മൂവി. പെട്ടെന്ന് ആൾക്കാർക്ക് ഈ ക്യാരക്ടറിനായിട്ട് കണക്ട് ചെയ്യാനും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇപ്പൊ ഹമ്മിങ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു മെലഡി പെട്ടെന്ന് അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ഈ ക്യാരക്ടർ ഇല്ലെങ്കിലും ഈ 2 ലൈന് രാജാ സാർ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം. ഒരാള് സ്നേഹമാണോ അല്ലെങ്കിൽ ദേഷ്യമാണോ അല്ലെ പകയാണോ എന്നുള്ളത് ജസ്റ്റ് ആ ഒറ്റ സെയിം ഷോട്ടില് പല ഇമോഷൻസ് ഇത് മാറ്റാൻ പറ്റുക എന്ന് പറയുന്ന ഒരു സാധനം സ്കോറിനുണ്ട്, മ്യൂസിക്കിനുണ്ട്. അപ്പം അതാണ് എന്നെ എപ്പോഴും ഹിറ്റ് ചെയ്യുന്നത്. ആദ്യം മ്യൂസിക്കാ, പിന്നെയാണ് സിനിമ. ഒരു സിനിമ വേറെ സിനിമ കാണുമ്പോ തുടാനിയുടെ ലാസ്റ്റ് എൻഡത്തെ ആ സ്കോർ അത് എന്നെ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചിട്ടുണ്ട്. ശരിക്കൊരു ഫെയർവെൽ പോയിന്റ് ഇത്രയും ഡീപ്പായിട്ട്. അതെ, അതിന്റെ അകത്ത് ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു സിമിലർ ഇമോഷൻ, നമുക്ക് സന്തോഷം കൊണ്ട് കണ്ണീര് വീഴുന്ന ഒരു ഇമോഷൻ. അപ്പം അത് ഭയങ്കര രസമാണ്. ഈ ബാലന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോസ്റ്റ് റിലീസ് ഡിസ്കസ് ചെയ്യുന്നതില് സുഷിന്റെ സംഗീതത്തെ പറ്റി പറയുന്നു, ഒബ്വിയസ്ലി മേക്കിംഗ് പീരീഡിലെല്ലാം പറയുന്നു. അപ്പൊ ഷൈജു ഖാലിദിന്റെ വിഷ്വലിനെ പറ്റി പറയുന്നു. ബീയിങ് ഈ സിനിമ കാണുന്ന ഒരാള്, ഇതിനൊക്കെ ഒരു ഫസ്റ്റ് വേർഷൻ ഓഫ് ഫൂട്ടേജ് കാണുന്ന ആളല്ലേ, ഈ ഷൈജു ഖാലിദിനെ പറ്റി കേട്ടാ കൊള്ളാന്നുണ്ട്. ഈ വിഷ്വൽസ് ഇതിൽ സുഷിനി ഇന്നായാലാണ്, സുഷിനി ലാൻഡ്സ്കേപ്പിലോ വേൾഡിൽ ഇന്നാകുമ്പോഴാണ് അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാ ഷൈജു ഖാലിദിന്റെ വിഷ്വൽ ഗ്രാമർ, വിഷ്വൽ സ്റ്റൈല്? എനിക്കൊന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഷൈജുക്കാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പുള്ളിനെ പറ്റി ഒന്നും പൊക്കി പറയാനില്ല, കാരണം പുള്ളി എല്ലാവരും പറയുന്നുണ്ടല്ലോ. പക്ഷെ ഏറ്റവും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വിഷ്വലായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം മഞ്ഞുമലാണെങ്കിലും ഇതിന്റെ വാസ്റ്റ് ഫീൽ ചെയ്യുന്നതും പുള്ളി ചെയ്യുന്ന ചില ലൈറ്റിങ്ങിന്റെ എനിക്ക് ഒരുപാട് ഈ ലൈറ്റിങ്ങിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷെ ഒരു സാധനം കണ്ട നല്ലതാണെന്ന് പറയാനുള്ള ഐഡിയ ഉണ്ട്. അപ്പം എന്താണ് എനിക്ക് അങ്ങനെ അടിപൊളിയാണ്, പുള്ളി അടിപൊളിയാണ്. അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനറിയില്ല, അതിന്റെ ഫ്രെയിം റേറ്റും പക്ഷെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഗായ്. കാരണം ഞാൻ ഭയങ്കര വിഷ്വലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളി അത് ഭയങ്കരമായിട്ട് എല്ലാ പ്രാവശ്യം തരാറുമുണ്ട്. അതിന്റെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ മ്യൂസിക് ചെയ്യാനും പറ്റാറുണ്ട്. അതുപോലെ അതന്നെ അതെ, കാരണം നേരെ തിരിച്ചിട്ടും ആവാം. അതേപോലെ വിഷ്വല് താഴോട്ട് പോയാൽ ഈ പറഞ്ഞ പോലെ അതിനൊന്നും ചെയ്യാനും തോന്നില്ല. ഇൻസ്പയർ ചെയ്യണം, എന്തെങ്കിലും വേണം. ഒന്നെങ്കിൽ സ്റ്റോറി ആയിരിക്കണം, അല്ലെങ്കിൽ വിഷ്വലി ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ വരുമ്പോ ഈസിയാണ് മ്യൂസിക്. പെർഫോമൻസും കാസ്റ്റിംഗ് അതുപോലെ തന്നെ ബാലന്റെ ഭയങ്കര ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അതെ, ഗണപതി കാസ്റ്റിന്റെ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാസ്റ്റിന്റെ അതെ അതെ കാസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഞാൻ എപ്പോഴും പറയണ്ടായിരുന്നു, എനിക്കിപ്പോ മിക്ക പടങ്ങളിലും നമ്മള് പുറത്തത്തെ പടങ്ങളില് ചില കാസ്റ്റ് കാണുമ്പോൾ നമ്മള് ഞെട്ടിപ്പോവും. ഒന്ന് ഈ ചെറുപ്പകാലം, അതിന്റെ വലിയ ആള് വരുമ്പോ പോലെ തന്നെ ഇരിക്കുന്നത്. അത് മലയാളത്തിലോ അല്ലെങ്കിൽ ഈ സ്പേസിൽ എപ്പോഴും എനിക്ക് അത് മിസ്സിംഗ് ആയിട്ട് തോന്നാറ്. പക്ഷെ ഇതില് എനിക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. കാരണം ഇവര് സെയിം ആളാന്ന് പെട്ടെന്ന് വിശ്വസിച്ചു പോകും. ആ ബിലീവബിലിറ്റി ആണല്ലോ അതിന്റെ ഒരു മെയിൻ സാധനം. പിന്നെ കാസ്റ്റ് ചെയ്യുന്നത് മാത്രല്ല, അവര് പെർഫോമും കൂടെ ചെയ്യണം. അപ്പം അതെ, അപ്പൊ അവര് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഈ മിക്ക സൈലൻസ് ഇടാനുള്ള ധൈര്യം കിട്ടുന്നതും പെർഫോമൻസാ. വേണ്ട, കാരണം അത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് അതിന്റെ മുകളില് പണിയേണ്ട ആവശ്യമില്ല. അപ്പം ചിലതൊക്കെ അങ്ങനെയാണ് സ്കോർ ചെയ്തത്. ഈ ഇത്രയും പരിപാടികൾ ചെയ്തോണ്ടിരിക്കുമ്പോഴേ അത്രയും പടങ്ങളുടെ വർക്ക് നടക്കുന്നുണ്ടാവാം, ഈ പറഞ്ഞ നിത്യജീവിതത്തിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. ഇതിന്റെ ഇടയില് സുഷിൻ സിനിമ കാണല്, സീരീസ് കാണല്, അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡിങ് ഉണ്ടോ, മാറ്റിവെക്കലുണ്ടോ? ഞാന് സിനിമ കാണുന്നത് ആക്ച്വലി ഞാൻ കയ്യിൽ നിന്ന് പോയിരിക്കുമ്പോഴാ. അതായത് ഒരു സാധനം അപ്പുറത്തുനിന്ന് ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങനെ എന്റെ ബോയ്സിനെ വിളിച്ച് ചോദിക്കും, ഗൈസ് എന്തെങ്കിലും പുതിയ പടങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന്. ഇങ്ങനെ എന്റെ കൂടെ ഇപ്പൊ 4 പേരുണ്ട്, സാത്വിക്, നിവിൻ, ഗിച്ചു, കിരൺ എന്നൊക്കെ പറഞ്ഞ് കുറെ, പിന്നെ എബിൻ പോളിന്റെ, അങ്ങനെ കുറെ പേര് ഉണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവരെല്ലാവരും ഭയങ്കരമായ ക്രിട്ടിക്സും ആണ് പല പരിപാടിയിലും. ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടിയിലടക്കം അവര് ആദ്യത്തെ ബൗൺസ് അങ്ങോട്ടായിരിക്കും. അവരുടെ കയ്യിൽ നിന്ന് എത്ര പുച്ഛം വരുന്നുണ്ടോ നോക്കിയിട്ടാണ്, അളന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ പുറത്തേക്ക് വരുന്നത്.
അപ്പം പടങ്ങള് നമ്മള് മിക്കതും ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് സിറാത്ത് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ട് എനിക്കൊരു 4-5 ദിവസം ഞാൻ പേട്രിയോട്ട് ചെയ്യുന്ന ടൈമിൽ സിറാത്ത് കണ്ടിട്ട് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇങ്ങനെ എന്താ ചെയ്യാ. പിന്നെ ചില പടങ്ങളുടെ ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്യുന്നത് ചില പടങ്ങൾ കണ്ടിട്ട് ഞാൻ അതിനെ ഒന്നും കൂടെ ഡീപ്പായിട്ട് അതിന്റെ മറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എത്രത്തോളം ഇതിലോട്ട് ഇൻവോൾവ് ആയിരുന്നു ഈ പടത്തില്. അതിന്റെ സൗണ്ട് ഡിസൈനെ പറ്റി തപ്പി നോക്കുക യൂട്യൂബില്. അതേപോലെ അതിന്റെ മുമ്പ് ആകെ കിട്ടിയത് അറൈവലായിരുന്നു എനിക്ക് ആ സെയിം ഇമ്പാക്ട് കിട്ടിയത്. ഞാൻ അങ്ങനെ ചില പടങ്ങള് കാണും. കൂടുതലും ഇന്ത്യ പടങ്ങളാണ്, യൂറോപ്യൻ പടങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പൊ മൂവിയിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, മറ്റേ റാൻഡം ആയിട്ട് ഒരു ചുമ്മാ എന്തെങ്കിലും ഒരു അതെ. അപ്പൊ അങ്ങനെ ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ട്രെയിലർ അല്ലെങ്കിൽ ചുമ്മാ അതിന്റെ സിനാപ്സിസ് വായിച്ച് ഇത് കാണാം എന്നിട്ട് അങ്ങനെ കാണും. അപ്പൊ ചിലപ്പോ നല്ല അടിപൊളി പടമായിരിക്കും. അങ്ങനെ കുറെ റാൻഡംലി പടങ്ങൾ കാണും. അമോർ അങ്ങനെയായിരുന്നു കണ്ടത്. അങ്ങനെ റാൻഡം ആയിട്ട് കണ്ടപ്പോ ഞാൻ അങ്ങനെ ചില പടങ്ങൾ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ചില പടങ്ങൾ എടുത്തൊരു ഈ ലൗഡ് മ്യൂസിക് പടങ്ങള് കാണൽ അധികം ഇല്ല. ചിലപ്പം തിയേറ്ററിൽ ഇപ്പൊ ഇന്നലെ ഇത് കണ്ടായിരുന്നു, നമ്മുടെ ഒബ്സഷൻ കണ്ടായിരുന്നു. ഒബ്സഷൻ എനിക്ക് ഓക്കെ പടം, എനിക്ക് എന്റെ കൊള്ളാം. ചെറിയൊരു ഐഡിയ അതെങ്ങനെയാണ് ഹൊറർ പ്രേമം വെച്ചിട്ട് ഹൊറർ ചെയ്യാൻ പറ്റുന്നത് ആരും ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി അത് ഭയങ്കര 2 സീൻ കട്ടാ ഇന്ത്യയില് ആണല്ലേ. മറ്റേ കാറിലെ സീക്വൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായി കട്ട് ചെയ്തത് ക്ലൈമാക്സിലും കളഞ്ഞിട്ടുണ്ട് വീടിന്റെ അകത്തുള്ള പ്ലേയിലും. ഒരു എക്സ്ട്രീം 2 വയലന്റ് ആക്ട് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. അതുകൊണ്ട് കാറിന്റെ മറ്റേ കല്ലെറിഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റിയറിംഗിൽ എന്തോ അടിക്കുന്നുണ്ട്. മാത്രമേ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചത് അതെങ്ങനെയാണ് ഇങ്ങനെ ആയത്. പക്ഷെ പിന്നെയാണ് അത് കട്ടാന്നുള്ള മനസ്സിലായില്ല. പക്ഷെ കട്ടുകൾ നമ്മുടെ നാട്ടിലത്തെ ഒരു മെയിൻ ആണല്ലോ. പാട്ടിൽ സെൻസർ ഇല്ലാത്തോണ്ട് കഴിഞ്ഞ കുതന്ത്രത്തിൽ ഇതേപോലെ ഇങ്ങനെ എന്തൊരു കള്ളിന്റെ എന്തൊരു സാധനം അതൊക്കെ സെൻസറായി പോവെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു പാട്ടിൽ. പക്ഷെ ആരും അങ്ങനെ വൾഗറായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർത്താനം ഇല്ലല്ലോ. ആരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പൊളിറ്റിക്കൽ സാധനങ്ങൾ വരുമ്പോഴാണ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ എന്റെ പാട്ടിൽ ചെയ്യാൻ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കട്ട് ചെയ്യുന്നവർ അത്രയും ഡീപ്പായിട്ട് പാട്ട് കേൾക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല. അത് ശരിയാണ്. ഈ വരികളൊക്കെ നോക്കി അതിന് വേറെ തന്നെ ഇവിടെ ഇല്ലാത്ത വരികളായതുകൊണ്ട്. ഈ ഇപ്പൊ ഇത്രയും നാളത്തെ ജേണി വളരെ ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പി ആയിട്ടോ? ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സുഷിന്റെ പാട്ടുകൾ കേട്ടിട്ട്. ഈ ഇടയ്ക്ക് ഈ പറഞ്ഞൊരു ലോങ് ബ്രേക്ക് എടുത്തായിരുന്നു, ഒരു റീസെറ്റ് പോയിന്റ് പോലെ. എനിക്ക് നമ്മളന്ന് ഉള്ളൊഴുക്കിന്റെ സമയത്ത് കാണുമ്പോഴായിരുന്നു ഇനി ആ റീസെറ്റ് ആണ്. അതിനുശേഷം പുതിയ സിനിമകൾ വരുന്നു. വരാൻ പോകുന്നതില് ജിത്തുവായിട്ടുള്ള ഒരിക്കൽ കൂടിയുള്ള കൊലാബറേഷൻ സംഭവിക്കുന്നുണ്ട്. അതല്ലാതെ എൽ ക്ലാസിക്കോ വരുന്നുണ്ട്. എന്താ ഈ 2 പടങ്ങളെ പറ്റി സ്പോയിലർ ഫ്രീ ആയിട്ട് പറയാൻ പറ്റുന്നത്? സൂര്യപടം, തമിഴ് പടം അത്ര സൂര്യ സർ പടം, തമിഴ് പടം അതില് ഉറപ്പായിട്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള. എന്റെ അടുത്ത് മോസിൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് പാട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഒന്ന് ഞാൻ ബാലനിലിരിക്കുക, ഞാൻ ബാലന്റെ വൈബിലിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സ്പേസ് ആണ്. കാരണം വേറെ തന്നെ ഒരു ജോണർ ഉണ്ടായിരുന്നു. അപ്പം ബാലനൊക്കെ കഴിഞ്ഞപ്പം മോസിൻ പറഞ്ഞു, നീ ഒന്ന് ലേസി ആവും, എന്നിട്ടൊരു പാട്ടുണ്ടാക്കി താ, ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. അപ്പം അതൊക്കെയാണ് അതിന്റെ കുറച്ചും കൂടെ ഈസി, ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പുതിയ പരിപാടികൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും എന്നുള്ളത് എനിക്ക് 100% ഷുവറാ. പക്ഷെ കമേഴ്ഷ്യലി വർക്ക് ആവുന്ന എനിക്കതില് രസമുള്ള കാര്യം തോന്നിയത് തമിഴിൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഈ വ്യൂവിംഗ് കൾച്ചറും ഇതിലെല്ലാം മറ്റു സാധനം ഡിമാൻഡ് ചെയ്യുമല്ലോ. അതെ അതെ, അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഞാനൊരു ഇൻസ്റ്റിങ്ക്റ്റ് വെച്ച് അത് പിടിക്കാന്നുള്ളൊരു ഐഡിയയിലാണ് പോകുന്നത്. ഉറപ്പായിട്ടും ജിത്തുമായിട്ടുള്ള കൊളാബറേഷൻ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം. പക്ഷേ ഈ പറഞ്ഞ ആവേശത്തിൽ ഇതിന്റെ ഫ്ലേവേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പക്ഷെ റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്യാൻ. അത് ചാലഞ്ചാണ്. എൽ ക്ലാസിക്കലാണെങ്കിലും നമുക്കിപ്പം ഇവര് തല്ലുമാല ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ പല ടൈപ്പ് ജോണേഴ്സ് വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ജോണർ റിപ്പീറ്റ് ചെയ്യാതെ
ഇത് കൊണ്ടുപോകാൻ പറ്റുക നോക്കാം. ഉറപ്പായിട്ട് നമുക്ക് ഒരുപാട് സിംഗേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവരെ വെച്ചിട്ട് ഇപ്പം അൽ ക്ലാസിക്കോല് വേറൊരു ഏത് കൺട്രിയിൽ നിന്നാണ് ഇൻഫ്ലുവൻസ് എടുക്കേണ്ടതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഇതിന്റെ അത് മിക്കവാറും ഞാൻ സ്പെയിൻ ഒരു സ്പെയിൻ മാപ്പിളപ്പാട്ടായിരിക്കും എന്റെ. അതായിരിക്കും ചിലപ്പോ ഇതിന്റെ അകത്തുള്ളൊരു ജോണർ. മോസിം പറയുന്നത് റാപ്പിളപ്പാട്ട് എന്നാണ്. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ രസമുള്ള എൻഗേജ്ഡ് ആയി തന്നെ ഇരിക്കട്ടെ, സിനിമകൾ ബാക്ക് ടു ബാക്ക് ചെയ്യാൻ പറ്റട്ടെ, നന്നായി പോകട്ടെ, എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു. ആരും കാണാത്തീൻ ചോടേറും കൂടാരത്തിൽ പിള്ളേരുടെ കോറസ് പിന്നെ